السلام عليكم ورحمة الله. الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. കഴിഞ്ഞ ആഴ്ചയിൽ യാദൃശ്ചിക സംഭവിച്ച ഒരു കാര്യം കൊണ്ട് ക്ലാസ് നഷ്ടപ്പെട്ടു. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ആഴ്ചയിൽ നിർത്തിയിരുന്നത് സൂറത്തുൽ ബഖറയിലെ 244 ആയത്ത് പറഞ്ഞ് 245 ആയത്ത് തുടങ്ങുകയാണ് നമ്മൾ ചെയ്തത്. അതിന്റെ ബാക്കിയിൽ തുടർച്ചയിലേക്ക് പോകാൻ ഇൻഷാ അല്ലാഹ്. ഒരു സംശയം ചോദിച്ചത് തീർക്കട്ടെ. ആദ്യം ഖുർആന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെതല്ലാത്ത മറ്റൊരു പ്രവാചകന്റെ ചരിത്രവും ഒരിടത്ത് മാത്രമായിട്ട് വിശദീകരിച്ചിട്ടില്ല. എന്നാൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെത് ഒരിടത്ത് മാത്രമായി, ഒരു സൂറയിൽ മാത്രമായി വിശദീകരിക്കുകയും ചെയ്തു. ഈ ഖുർആൻ സ്കോളേഴ്സിന് ഈ വിഷയത്തില് വല്ല വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. എന്റെ വായിച്ച പഴയ ഓർമ്മയില് സൂറത്ത് യൂസുഫ് ഇറങ്ങുന്നതിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. കുറേശ്ശെയായി പറയുന്ന ഈ സംഭവങ്ങൾ കൂടാതെ, സംഭവങ്ങളുടെ രൂപത്തിലല്ലാതെ ഒരു വിശദീകരണം ഏതെങ്കിലും ഒരു പ്രവാചകന്റെ നൽകിക്കൂടെ എന്ന ഒരു ചോദ്യം ഉണ്ടായപ്പോൾ ആണ് ഈ സൂറത്ത് അവതരിച്ചത് എന്നാണ്. അങ്ങനെയാണ് ആ സൂറത്ത് മുഴുവനായി അവതരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റൊന്ന്, പ്രവാചകന്മാരുടെ അമ്പിയാക്കന്മാർ അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ചരിത്രം ഒരിടത്ത് മാത്രമായി പറയാതെ കുറേശ്ശെയായി പറഞ്ഞതിൽ അടങ്ങിയിരിക്കുന്ന ഒരു യുക്തി ഖുർആൻ അമാനുഷികതയാണ്. ഖുർആനിന്റെ അമാനുഷികത കാണിക്കുന്ന ഒരു ഘടകമാണ്. അതെങ്ങനെയാന്ന് ചോദിച്ചാല്, ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ചരിത്രം നേരെ തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞാല് ഇത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. നേരെ മറിച്ച് ടോട്ടൽ 25 നബിമാരെ പറ്റിയാണ് ഖുർആൻ പറഞ്ഞത്. അവരെ പറ്റിയൊന്നും അധികമായ വിശദീകരണങ്ങൾ നൽകിയിട്ടില്ല. എന്നാൽ നൽകിയ നബിമാരുടെ സംഭവങ്ങൾ തന്നെ അല്പാൽപമായി വ്യത്യസ്ത അധ്യായങ്ങളിൽ പറഞ്ഞു വെക്കുക, അത് ഹിജറക്ക് മുമ്പും ശേഷവുമുള്ള കാലങ്ങളിൽ പറഞ്ഞു വെക്കുക, എന്നിട്ട് 23 വർഷക്കാലം കൊണ്ട് ഒന്ന് മറ്റൊന്നിന് വൈരുദ്ധ്യമാവാതിരിക്കുക, ഒടുവിൽ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചെടുക്കുന്ന സമയത്ത് മേലെ ആയത്തിൽ, അതായത് ഹിജറക്ക് മുമ്പ് ശേഷം ഇറങ്ങിയ ആയത്തുകളിൽ പറഞ്ഞതിന്റെ തുടർച്ച എന്നോണം ശേഷം ഇറങ്ങിയ ആയത്തുകൾ അനുഭവപ്പെടുക. ആദം അലൈഹി ഇസ്ലാമിന്റെ സംഭവം അൽബഖറയിൽ പറഞ്ഞതും പിന്നീടുള്ള സൂറകളിൽ പറഞ്ഞതും പറഞ്ഞു നോക്കിയാൽ അൽബഖറ ഹിജറക്ക് ശേഷം ഇറങ്ങിയതാണ്. പക്ഷെ പറഞ്ഞു വന്നാൽ അതെല്ലാം കൂടി ക്രമീകരിച്ചു വെച്ചാല് ഏതാണ്ട് ഒരേ ക്രമത്തിൽ പറഞ്ഞതുപോലെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ ബോധ്യപ്പെടുത്തലാണ് ഖുർആന്റെ അമാനുഷികതയുടെ ഒരു വശം. അതാണ് അതിൽ അടങ്ങിയിരിക്കുന്ന തത്വം എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ച ആയത്ത്, മൻസല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസൻ, ആരുണ്ട് അള്ളാഹുവിന് നല്ല കടം നൽകാൻ, എങ്കിൽ യുളാഇഫഹു ലഹു അദ്ആഫൻ കസീറത്തൻ, അവന് ധാരാളം ഇരട്ടികളായി നൽകും. വല്ലാഹു യഖ്ബിദു, അള്ളാഹുവാണ് പിടിച്ചു വെക്കുന്നത്, യബ്സുത്തു വിട്ടയക്കുന്നതും, വഇലൈഹി തുർജഊൻ, കാര്യങ്ങൾ മടക്കപ്പെടുന്നതും അവനിലേക്ക് തന്നെയാണ്. എന്നോട് ക്ഷമിക്കുക, എനിക്ക് ഈ കോൾ അറ്റൻഡ് ചെയ്യണം. ഇതൊരു ഹോസ്പിറ്റലിലുള്ള കോളാണ്. ഞാൻ ഇപ്പം ഇങ്ങോട്ടേക്ക് വരാം. എന്താണ്? നിങ്ങൾ നിൽക്കേ, നിങ്ങൾ വെക്ക്, ജവാദ് വിളിക്കുന്നുണ്ട്.
ഹലോ. ആ. ഉം, ഉം. ആ, 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 ആ. ഇൻഷാ അല്ലാഹ്. അപ്പൊ നാളേക്ക് പെർമിഷൻ കിട്ടുമെന്ന് വിചാരിക്കുക. ആ. അവരിന്ന് രാവിലെ എത്തി, ഇന്നലെ വൈകുന്നേരം പിന്നെ എത്തി. ഇന്ന് പുലർച്ചെ ബാംഗ്ലൂർ എത്തി, രാവിലെ ഹോസ്പിറ്റലിൽ പോയി. അത് കഴിഞ്ഞതിന് ശേഷം കോപ്പിക്കെല്ലാം തോന്നുന്നു അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എന്തിനു പറഞ്ഞു വിട്ടു, പിന്നെ ഇവിടെ തന്നെ വന്നു. അങ്ങനെ ആയിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് ഇങ്ങോട്ട് കിട്ടിയില്ല. ഇപ്പൊ പറഞ്ഞിട്ട് മറുപടി കിട്ടിയിട്ടില്ല എനിക്ക്, എങ്ങനെ എന്താ ഉണ്ടായതെന്ന്. ശരി. ഓ ശരി. ഉം, 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 ഉം. ആ. അപ്പൊ നിങ്ങളത് ഫോളോ ചെയ്യണം പ്ലീസ്. ആ ഇൻഷാ അല്ലാഹ്. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, എന്നാ ജസാക്കല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും. അവളേക്ക് ജവാദ് വിളിച്ചിരുന്നു. മറ്റേ വിഷയം നിങ്ങൾ വിട്ടേക്ക്, ആ വണ്ടിയുടെ കാര്യം വിട്ടേക്ക്, ഞാൻ കൈകാര്യം ചെയ്തോളാം. ജവാദ് വിളിച്ചിരുന്നു. അവിടെ ഇപ്പൊ കന്നഡ ഡോക്ടറാണ് ഉള്ളത്. അവരിപ്പോ ഡിസ്ചാർജിന്റെ പരിപാടിയൊന്നുമില്ല. നിങ്ങൾ ഇന്ന് രാത്രി അവിടെ നിൽക്കണം, നാളെ രാവിലെ പിന്നെ അഡ്മിറ്റ് ആവും. ആ നിലയ്ക്ക് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, സമാധാനമായി നിൽക്കുന്നു. ഓക്കെ. ഇപ്പോ ഫയലിൽ എവിടെയും നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യുന്ന പരിപാടിയോ അങ്ങനത്തെ യാതൊന്നുമില്ല. പിന്നെ നിങ്ങളോട് തിരിച്ച് വീണ്ടും അവിടേക്ക് തന്നെ വരാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളവിടെ അഡ്മിറ്റ് ആക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സമാധാനം നിൽക്കും ഇൻഷാ അല്ലാഹ്. ഇവര് തിരിച്ചു വരുന്നത് രാവിലെ തിരിച്ചു പോകാൻ മതി, അതുവരെ അവിടെ നിൽക്കട്ടെ അവര്. ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞോളാം, സംസാരിച്ചോളാം. നിങ്ങൾ പറയുന്ന സമാധാനത്തോടെ കേൾക്കുകയും ഞാനത് ചെയ്തോളാം. ആ വിഷയം നിങ്ങൾ വിടി, ആ ഡ്രൈവറെ കാര്യം മറ്റും നിങ്ങൾ വിടി, ഇതിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ പോകും. ഓക്കെ. അസ്സലാമു അലൈക്കും. ക്ലാസ്സിലുള്ളവരോട് എനിക്ക് മറച്ചു വെക്കാനൊന്നുമില്ല, മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഒരു ഹോസ്പിറ്റൽ കേസ് എന്ന് പറഞ്ഞ ചിരിച്ചുകൊണ്ട് പറയുന്നത് എന്താ, കരഞ്ഞുകൊണ്ട് പറയേണ്ടതാണ്. പിന്നെ നമ്മൾ അള്ളാന്റെ വിധിയിൽ വിശ്വസിക്കുന്നതുകൊണ്ട് എല്ലാറ്റിനും അങ്ങനെ കാണാം. എന്റെ മൂത്ത മകൾക്ക് ബാംഗ്ലൂർ നിംഹാൻസ് ഹോസ്പിറ്റൽ എന്നുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അവളുടെ നില ലേശം ബുദ്ധിമുട്ടായപ്പോ ഇന്നലെ വൈകുന്നേരം പെട്ടെന്ന് അവളെ ഭർത്താവിന്റെയും എൻ്റെ അനിയന്റെയും കൂടെ നിംഹാൻസ് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടു, അവിടെ എമർജൻസിയിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇന്ന് ഇത്രയും നേരമായിട്ടും അവർ എമർജൻസിയിൽ അഡ്മിഷൻ കൊടുത്തിട്ടില്ല. അവസാനം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് ആയി പോയിട്ട് പിന്നെ വരുന്ന അവിടെ ഡിസ്ചാർജ് ആയി ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പോ ഒരു ബന്ധുവും സുഹൃത്തുമായ നേരത്തെ നിംഹാൻസിൽ ജോലി ചെയ്തിരുന്ന സുഹൃത്ത് ഖത്തറിലുണ്ട്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച കാര്യം ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പൊ എന്നെ വിളിച്ചതാണ്. അതുകൊണ്ടാണ് ക്ലാസിന്റെ ഇടയിൽ ഞാനത് അറ്റൻഡ് ചെയ്തു. പിന്നെ മരുമകനെ വിളിച്ചാൽ വീടും പറയേണ്ടി വരികയും ചെയ്ത്. എനിക്കൊരു വാക്കേ പറയാനുള്ളൂ, ജീവിതമാണ്. അതൊക്കെ തന്നെയാണ് ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങള്. മകളുടെ രോഗശമനത്തിന് വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കുക, ഇത്ര ഞാൻ പറയുന്നുള്ളൂ. പിന്നെ നമ്മൾ ഖുർആനോട് നീതി കാണിക്കുക. പിന്നെ 10 മിനിറ്റ് പോയില്ലേ, സാരമില്ല. അപ്പൊ ഇവിടെ ഖുർആൻ ചോദിക്കുന്ന, നേരത്തെ നമ്മൾ കണ്ടിരുന്നു ഖുർആനിൽ എന്ത്, ഞാനിപ്പോ വായിക്കുന്ന 1245 ആയത്താണ്. പിന്നെ
അൽ ബഖറയിലെ. നേരത്തെ 216 ആയത്തിലും പിന്നെ ജിഹാദിന്റെ കാര്യം പറഞ്ഞു വെച്ചപ്പോ അതിന് സാമ്പത്തികമായ ചെലവുണ്ട്, അതുകൊണ്ട് പണം ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് അവിടെയും പറഞ്ഞു വെച്ചു. അതേമാതിരി തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇപ്പൊ കാത്തിലു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യണം. വാലമോ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ, അള്ളാഹു സമീഉൻ, എല്ലാം കേൾക്കുന്നവനുമാണ്, അലീമുൻ, എല്ലാം അറിയുന്നവനുമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഇത് ഒരു ഉപാധികളോ നിബന്ധനകളോ ഒന്നുമില്ലാത്ത വിധത്തിലാണ് ഖുർആനിലെ ഈ ആയത്ത് നിലകൊള്ളുന്നത്. ഖുർആൻ അങ്ങനെയൊക്കെ തന്നെയാണ് നിസ്കാരത്തെ പറ്റി മറ്റു കാര്യങ്ങളെ പറ്റി ഒക്കെ പറയാറ്. പക്ഷെ ആ വിധികളൊക്കെ ഈ വിഷയകമായി പറഞ്ഞിരിക്കുന്ന മറ്റ് വിധികൾക്ക് വിധേയമാണ്. അതായത് അള്ളാഹ് നമസ്കരിക്കണം എന്ന് പറഞ്ഞാല് അത് എപ്പോഴൊക്കെ നമസ്കരിക്കണം, ഏത് വിധം നമസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ വിധികൾക്ക് വിധേയമായിട്ടാണ് നിസ്കരിക്കണം എന്ന കൽപ്പന. അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണം എന്ന് പറയുമ്പോ അതിന്റെ ഉപാധികള്, നിബന്ധനകള് തുടങ്ങിയ വിഷയങ്ങളെ പറ്റിയൊക്കെ ഖുർആൻ മറ്റിടങ്ങളിൽ പറഞ്ഞതിന് വിധേയമായിട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാണ് വീണ്ടും ഈ വിഷയം ആവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാല്, ശത്രുക്കളെ കുറിച്ചുള്ള ഒരു ഭയമല്ല, ഒരു ഭീഷണി, ഭയമല്ല, ഭീഷണി ഈ ആയത്തിറങ്ങുന്ന സമയങ്ങളിലൊന്നും അവസാനിച്ചിട്ടില്ല. അത് ബദറിലും ഉഹദിലും ഒക്കെ ഖുറൈശികൾ തനിച്ചാണ് ഏറ്റുമുട്ടാൻ വന്നതെങ്കിൽ ഹിജ്റയുടെ 5-ാം വർഷമാകുമ്പോൾ അത് ഖുറൈശികളും സഖ്യകക്ഷികളും കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് ഇതിന് വന്നത്. അതോടൊപ്പം അപ്പുറത്ത് ജൂതവംശം, അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാന കരാർ ഉണ്ടാക്കിയിരുന്നെങ്കിലും ഓരോ കാരണത്താൽ ആ കരാറുകൾ ലംഘിച്ചിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറ്റുമുട്ടാൻ വേണ്ടി വരികയും ചെയ്തു. അവിടെ നമ്മൾ ചരിത്രം, മുസ്ലിങ്ങൾ എന്ന ഒരു പാർഷ്വാലിറ്റി മാറ്റിവെച്ചുകൊണ്ട് വെറുതെ ഒരു ചരിത്രം പഠിക്കുന്ന മാതിരി പഠിച്ചാൽ തന്നെ കാണാവുന്ന ഒരു കാര്യം, ഈ നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഈ സഹാബികളോ ഈ പറയുന്ന ജൂതന്മാർക്കോ ഈ പറയുന്ന ഖുറൈശികൾക്കോ മറ്റ് മുശ്രിക്കി ഗോത്രങ്ങൾക്കോ യാതൊരു ദ്രോഹവും അറിഞ്ഞിട്ടും ചെയ്തില്ല, അറിയാതെയും ചെയ്തില്ല. അവരവരുടെ ഒരു വിശ്വാസമായിട്ട് അങ്ങനെ ജീവിച്ചു പോയി. അതിനോട് യോജിക്കാത്ത വിശ്വാസത്തെ അവർ വിമർശിച്ചു, സ്വാഭാവികമാണ്. അതിൽ അബദ്ധം ചൂണ്ടിക്കാണിച്ചു, ഇത്രയും ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മനുഷ്യത്വത്തിന്റെ പാഠങ്ങൾ, മനുഷ്യബന്ധങ്ങളുടെ പാഠങ്ങൾ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതൊക്കെ. ആരും എതിർക്കേണ്ടതോ വിമർശിക്കേണ്ടതോ, ഒരു നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിട്ടും സംഭവിച്ചത് എന്താണ്? ആ ഒരു അവസരത്തിലാണ് പിന്നീട് തിരിച്ചടിക്കുക എന്ന വിധത്തിൽ ഈ വിഷയം ഖുർആൻ അവതരിപ്പിച്ചത്. പിന്നെ ഇത് യുദ്ധം എന്നൊക്കെ പറയുമ്പോ മരണവുമായി, ജീവിതത്തിന്റെ അന്ത്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ആളുകൾക്ക് നല്ല പ്രേരണ നൽകുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഖുർആൻ ആ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവിടെ ആയത്തിന്റെ കൂടെ പഠിക്കാനുള്ളൊരു കാര്യം ഫീ സബീലില്ലാ എന്നതാണ്. അത് അള്ളാഹുവിന്റെ പക്കൽ തൃപ്തി അർഹിക്കുന്നതായി മാറണമെങ്കിൽ അള്ളാഹിന്റെ മാർഗത്തിലായിരിക്കണം എന്നതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ആര് അള്ളാഹുവിന്റെ കെലിമത്ത് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ജിഹാദ് ചെയ്യുന്നത് എങ്കിൽ അതാണ് അള്ളാഹിന്റെ മാർഗത്തിലുള്ളതായിട്ട് കണക്കാക്കുക എന്നുള്ളതാണ്. അപ്പോ ഒരു ജിഹാദ് തന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തന്നെ ഒരു ചക്രവർത്തിയായ ആൾ കണക്കാക്കാൻ വേണ്ടിയിട്ട് ആ ജാതി ചിന്തകളൊന്നും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദുകളായി കണക്കാക്കപ്പെടുകയില്ല. ചരിത്രം, ഇന്ത്യയുടെ ചരിത്രമായാലും ലോകത്തിലെ മുസ്ലിം ഭരണാധികാരി ചരിത്രമായാലും ഒരുപാട് പലതും പറഞ്ഞു തരുന്നുണ്ട്. അവ മുഴുവൻ വിശ്വാസയോഗ്യവുമല്ല, മുഴുവൻ അവിശ്വസിക്കേണ്ടതുമല്ല. ചിലരൊക്കെ ഇസ്ലാമികമായി അവർക്ക് കിട്ടിയ മേൽവിലാസങ്ങളും അവർക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ, സൗകര്യങ്ങളുമൊക്കെ ദീനി വിരുദ്ധമായ, ദീൻ പണ്ട് അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായി പെരുമാറിയതായി കാണാൻ കഴിയുന്നുണ്ട്. നമ്മളതിനെ ന്യായീകരിക്കേണ്ട യാതൊരു ബാധ്യതയും നമുക്കില്ല. സമാനമായ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ടതില്ല. നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയെ മുന്നിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞു പോയ ചില മഹാരഥന്മാർ
CH മുഹമ്മദ് കോയ സാഹിബിനെ പോലെയുള്ള മഹാരഥന്മാരായ ആളുകളെ മുസ്ലിം മാനേജ്മെന്റുകൾക്ക് പലതിനും സ്കൂളുകൾ അനുവദിച്ചു. വഴിവിട്ട രീതിയിലൊന്നുമല്ല. കുട്ടികളുണ്ട്, സ്ഥാപനമുണ്ട്, സ്ഥലമുണ്ട്, ബിൽഡിംഗ് ഉണ്ട് എന്നൊക്കെയുള്ള നിബന്ധനകൾ പ്രകാരം തന്നെ. പക്ഷെ ആ സ്ഥാപനങ്ങൾ അവർ അനുവദിച്ചത് അതിന്റെ മാനേജ്മെന്റുകളായി ഇടുന്ന വ്യക്തികളായാലും കമ്മിറ്റികളായാലും അവർക്ക് പിൽക്കാലത്ത് കോഴ വാങ്ങാൻ, കൈക്കൂലി വാങ്ങാനുള്ള ഒരു ചൂണ്ടലായിട്ടല്ല ആ മഹാരഥന്മാരൊക്കെ അത് ചെയ്തു വെച്ചത്. എനിക്കറിയാം, യാതൊരു പൈസ പോലും കൈക്കൂലി വാങ്ങിക്കാതെ ഈ അധ്യാപകന്മാരെ കോളേജ് ലെവലിലായാലും ഹൈസ്കൂൾ ലെവലിലായാലും LP സ്കൂൾ ലെവലിലായാലും അധ്യാപകരെ നിയമിക്കുന്ന വളരെ വിശുദ്ധമായ മാനേജ്മെന്റുകൾ, അത് കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആയാലും ഇൻഡിവിജ്വൽ മാനേജ്മെന്റുകളായാലും അങ്ങനത്തെ കുറെ നല്ല മനുഷ്യർ നാട്ടിലുണ്ട്. പക്ഷെ അതൊന്നുമല്ലാത്ത വിധത്തിൽ ഇതൊക്കെ വരുമാനത്തിന്റെ മാർഗമായി, അത് നൽകിയവർ നൽകിയതിന്റെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശശുദ്ധിയെ മുഴുവൻ കാറ്റിൽ പറത്തും വിധത്തില് അവര് ഈ വിധത്തിൽ കാട്ടിക്കൂട്ടുന്ന ആളുകളുണ്ട്. അതിന് കുറ്റം പറയേണ്ടത് ആ സ്ഥാപനങ്ങൾ നൽകിയ, അനുവദിച്ചു കൊടുത്ത മുസ്ലിം സമൂഹത്തിന്റെ അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ഈ ത്യാഗങ്ങൾ ചെയ്ത മഹാരഥന്മാരെയാണ് അതിന് കുറ്റം പറയേണ്ടത്. ഈ പിൽക്കാലക്കാർ ഇങ്ങനെ ചെയ്തതിന് ഞാൻ എല്ലാവരെയും അടച്ച് ആക്ഷേപിച്ചിട്ടില്ല, ചെയ്തവരെ പറ്റി മാത്രം സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രേ ഈ വിഷയത്തിലുള്ളൂ. എന്നുവെച്ചാല് ചരിത്രത്തിൽ എഴുതപ്പെട്ട് കിടക്കുന്നവ മുഴുവൻ സത്യമാണ് എന്ന് നമുക്ക് അംഗീകരിക്കാൻ നിവൃത്തിയില്ല. അതിൽ ഖുർആന്റെ അധ്യാപനങ്ങൾക്ക് എതിരായ ചില നീക്കങ്ങൾ ഏതെങ്കിലും ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കേണ്ട ബാധ്യത നമ്മുടെ ഭാഗത്തില്ല താനും എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ മുമ്പിലുള്ള ആയത്ത് ഇതാണ്: നിങ്ങൾ ആരുണ്ട് അള്ളാഹുവിന് നല്ല കടം കൊടുക്കാൻ എന്നാണ്. ഉദ്ദേശിക്കുന്ന ആശയം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ പണം ചെലവഴിക്കാൻ ആരുണ്ട് തയ്യാർ എന്നാണ് ഈ ചോദിക്കുന്നത്. അതിനെ കടം കൊടുക്കുക എന്നൊരു വാക്കാണ് ചെലവഴിക്കുക എന്ന വാക്കിന് പകരമായി എടുത്ത് ഉപയോഗിച്ചത്. അതെന്താന്ന് പറഞ്ഞാൽ അത് നമ്മുടെയൊക്കെ തന്നെ മാനസികമായ ഒരു അവസ്ഥയുണ്ട്. വെറുതെ കൊടുക്കാത്തവരൊന്നുമല്ല, നമ്മൾ ആരും ദാനം കൊടുക്കാത്തവരൊന്നുമല്ല. പക്ഷെ ഒരാൾക്ക് വെറുതെ കൊടുത്താൽ പിന്നെ തിരിച്ചു കിട്ടുന്ന ഒരു പ്രശ്നമില്ല. കടം കൊടുത്താലോ എന്തെങ്കിലും തിരിച്ചു കിട്ടുമല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന വിഷയങ്ങളിൽ ധനം ചെലവഴിക്കുന്നതിനെ നിങ്ങളെ കയ്യിൽ നിന്ന് പോവുകയാണെന്ന് കണക്കാക്കേണ്ടതില്ല, കടം കൊടുക്കുകയാണെന്ന് കണക്കാക്കിക്കോളൂ. ആ കടം അവൻ തിരിച്ചു തരും. ആ തിരിച്ചു തരുന്നതിന് പലിശ എന്ന അർത്ഥത്തിനല്ല ഉപയോഗിക്കുന്നതെന്ന് എല്ലാവർക്കും വ്യക്തമാണല്ലോ. അവന് തിരിച്ചു തരും, ഇരട്ടിയായി, പല ഇരട്ടികളായി, പല മടങ്ങുകളായി അവൻ തിരിച്ചു തരും. അതിന്റെ കൂടെ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഈ ഭൗതിക ജീവിതത്തിലെ സൗകര്യങ്ങൾ, സാമ്പത്തിക സൗകര്യങ്ങളാവട്ടെ മറ്റു സൗകര്യങ്ങളാവട്ടെ, അത് കൈയയച്ച് നൽകുന്നതും പടച്ച തമ്പുരാനാണ്. അതിൽ ഇടുക്കവും ഞെരുക്കവും ഉണ്ടാക്കുന്നതും പടച്ച തമ്പുരാൻ തന്നെയാണ്. നമ്മളെ ഭാവനകളോ നമ്മുടെ സ്വപ്നങ്ങളോ നമ്മുടെ കണക്കുകൂട്ടലുകളോ ഒന്നും പലപ്പോഴും അതിലൊന്നും വിലപ്പോവാറില്ല. ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. സ്വാഭാവികമായി വളരെ സമ്പന്നനായി തീരേണ്ട പല ബിസിനസ്സുകാരും പല ആളുകളും സമ്പന്നത പോയിട്ട് വളരെ ശുഷ്കമായ ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരായി തീരാറുണ്ട്. സാധാരണഗതിയിൽ വലിയ വരുമാനമൊന്നും ഉണ്ടാവേണ്ടതല്ലാത്ത വിധത്തിലുള്ള ബിസിനസ്സുകളോ കച്ചവടങ്ങളോ ജോലിയൊക്കെ കഴിഞ്ഞുകൂടുന്ന ആളുകള് ജീവിതത്തിൽ ഒരുതരം ഞെരുക്കങ്ങളുമില്ലാതെ സമാധാനത്തോടെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നല്ല സുഭിക്ഷതയായി കഴിഞ്ഞുകൂടുന്നതും നമ്മളിവിടെ കാണാറുണ്ട്. ഇതും ഏറ്റക്കുറച്ചിലുകളോടെ കാലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ട് സംഭവിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോ ഈ തീരുമാനം അള്ളാഹുവിൻ്റെതാണ് എന്ന ബോധമുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ നാം നൽകുന്ന അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ധനം അള്ളാഹു ഏൽപ്പിച്ച വിധത്തിൽ ചെലവഴിക്കുക. അത് നമുക്കതിലേറെയായി തിരിച്ചു തരാൻ കഴിവുള്ളവനോടല്ലേ നമ്മൾ ഈ ഇടപാട് നടത്തുന്നത്. ആ ഒരു മനോഭാവത്തോടു കൂടി നൽകാൻ തയ്യാറാവുക എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ എന്ത് വേണം? ഒരു ജിഹാദ് എന്നൊക്കെ പറയുമ്പോൾ അത് ആവശ്യമായി വരുന്ന അത് വിജയിക്കാൻ, പ്രാവർത്തികമാക്കാൻ ആവശ്യമായി വരുന്ന ഒരു ഘടകമാണ് സമ്പത്ത് എന്നതും നിങ്ങളെ ധനം അതിന് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്നുമാണ് ഈ ആയത്തിന്റെ ആശയം. ഇനി അതിന്റെ പ്രായോഗിക തലങ്ങൾ എന്തൊക്കെയാണ്, ഏതെല്ലാം സന്ദർഭത്തിലാണ് എന്നൊക്കെ ഉള്ളത്, അതൊക്കെ ഈ ക്ലാസ്സിൽ പറയാൻ പറ്റാത്തത് കൊണ്ടല്ല,
നീട്ടി പറഞ്ഞ് നമ്മുടെ സമയങ്ങൾ പോയിക്കൂടാ എന്നതുകൊണ്ടാണ്. ആലോചിച്ചാൽ അറിയാവുന്നതാണ്, ഒരു ജിഹാദ്, ഒരു യുദ്ധം ഇതിന് ഏതെല്ലാം വിധത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാവുമെന്ന് ഒരു അധ്യാപകൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണല്ലോ. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം? അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് തീരുമാനിച്ചു. അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതൊക്കെ പടച്ചവന് കൊടുക്കുന്ന കടങ്ങളാണ് എന്ന് കണക്കാക്കുക. എന്നിട്ട് അള്ളാഹു അത് ഇരട്ടിയായി തിരിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുക. അതേസമയം തന്നെ ജീവിത സുഖങ്ങളിൽ ഞെരുക്കമുണ്ടാവുന്നതും വിശാലതയുണ്ടാക്കുന്നതും പടച്ച തമ്പുരാനാണ് എന്ന യാഥാർത്ഥ്യം മറക്കാതിരിക്കുകയും ചെയ്യുക. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. ഈ ആയത്തിനെ പറ്റി പഠിക്കുമ്പോൾ പറയാനുള്ള ഒരു കാര്യം, ഈ ആയത്തിന്റെ നേർക്ക് നേരെ ആശയവുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഈ ആയത്തിനെ ജൂതന്മാർ പരിഹസിക്കാറുണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്ന വാക്കെന്താന്ന് പറഞ്ഞാൽ, മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഉപയോഗിച്ച വാക്കാനാണ് ഉപയോഗിക്കുന്നത്. മുഹമ്മദിന്റെ പടച്ചവൻ പാപ്പറായെന്നാ തോന്നുന്നത്, നാട്ടുകാരോടൊക്കെ കടം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഈ വചനത്തെ പരിഹസിച്ചിരുന്നു എന്ന് ഈ ഇത്തരം വചനങ്ങൾ, ഇത് വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ട്, ഇത്തരം വചനങ്ങളെ പരിഹസിക്കാറുണ്ടായിരുന്നു എന്ന് തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഞാനത് ക്ലാസ്സിൽ പറഞ്ഞത്, നമ്മുടെ ആടുകളിലൊക്കെ തന്നെ പലപ്പോഴും അള്ളാഹുവിന്റെ ഇത്തരം ആയത്തുകളെ ഒരുതരം പരിഹാസത്തോടു കൂടി കാണുന്ന ഒരവസ്ഥ ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് ഒന്ന് തോന്നിപ്പോവാറുണ്ട്. ആയത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ എത്ര ആയത്തുണ്ട്, ഒരായത്ത് മാത്രമാണോ, വേറെ ആയത്തുണ്ടല്ലോ എന്നിങ്ങനെ ആയത്തിനെ അങ്ങ് തള്ളിക്കളയാം. ബാങ്ക് വിളിക്കുന്ന കേട്ടാല് ഈ മൊല്ലാക്കാക്ക് വേറെ പണിയൊന്നുമില്ല, ഇത് തന്നെ മാത്രമാണോ പണി എന്നിങ്ങനെ പറയാൻ. റമളാന്റെ കാലം വരുമ്പോ ഇനി നേരെ ചെവി ഒരു ഭക്ഷണം പോലും കഴിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല, ആകെ ഒരു ഇടങ്ങേറെ മുസീബത്ത് വന്ന മാതിരി ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഞാൻ, കേട്ടിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടാണ് അങ്ങനെ ഞാനത് ക്ലാസ്സിലെടുത്ത് പറയുന്നത്, എന്റെ ഭാവനയല്ല. പക്ഷെ അത്ഭുതം തോന്നാറുണ്ട്. അവരാരും ഇസ്ലാമിന്റെ ശത്രുക്കളോ ഇസ്ലാമിന്റെ പുറത്തുള്ളവരോ ഒന്നല്ല, ഇസ്ലാമിന്റെ ആളുകളാണെന്നാണ് അവർ അഭിമാനിക്കുന്നത്. എന്നിട്ടുമാണ് ഇത്തരം വാക്കുകൾ ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കുക. ഹദീസിലെ ഒരു വാചകം ഓർമ്മിക്കുക. വലിയ വിലയൊന്നും കൽപ്പിക്കാതെ, ഗൗരവം കൽപ്പിക്കാതെ ചില വാക്കുകൾ ആളുകൾ പറയും. അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള വാക്കായിരിക്കും. അതിനവൻ ഒരുപാട് പ്രതിഫലങ്ങൾ, കണക്കറ്റ പ്രതിഫലങ്ങൾ നൽകും. ചില വാക്കുകൾ ആളുകൾ അങ്ങനെ ഗൗനിക്കാതെ സംസാരിക്കും. പക്ഷെ അത് അള്ളാഹുവിന് വെറുപ്പുള്ള വാക്കായിരിക്കും. അത് മതിയാവും അവൻ ഒരുപാട് ആഴങ്ങളിൽ, നരകത്തിന്റെ ആഴങ്ങളിൽ വീണു പോവാൻ. അപ്പോ പടച്ചവന്റെ വികൃതികള്, പടച്ചവൻ ഇപ്പൊ എന്തെടുക്കുകയാണ്, അള്ളാഹ്ക്ക് ഇപ്പൊ അതൊന്നും ശ്രദ്ധിക്കാൻ നേരല്ലേ, അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിന്റെ നീതി എവിടെ? ആ ജാതി ഒരു വർത്തമാനവും അള്ളാഹുവിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് പറയാവതല്ല, ചിന്തിക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് അത് വളരെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മൾ കുട്ടികൾ പഠിക്കാതിരുന്നാൽ കുട്ടികളെ അടിക്കും, അല്ലെങ്കിൽ വികൃതി കാണിച്ചാൽ. എന്നിട്ട് നമ്മൾ കുട്ടികളോട് പറയും, മോനെ ഉപ്പ തല്ലിയത് നീ നന്നാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ ഈ കുട്ടിക്ക് മനസ്സിലാവാത്ത ഒരു ലോജിക്കുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാത്ത ഒരു ലോജിക്കുണ്ട്. നന്നാവാൻ തല്ലണം, അതെന്തിനാ അടിക്കുന്നത്? അല്ലെങ്കിൽ അതിനെന്തിനാ മറ്റു കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് ക്ലാസ്സിൽ വെച്ചിട്ട് വഷളാക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? ചിലപ്പോൾ അധ്യാപകന്മാര് കാര്യമായിട്ടൊന്നല്ലാത്ത വിധത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ. അതൊക്കെ എന്തിനാന്ന് കുട്ടിക്ക് മനസ്സിലാകുന്നില്ല. നേരെ മറിച്ച് ഈ കുട്ടിയെ തന്നെ അവന്റെ അനിയനെയോ അനിയത്തിയോ പഠിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു നോക്കും നിങ്ങൾ. 5 മിനിറ്റ് കഴിഞ്ഞ ഒരു കരച്ചിൽ കേൾക്കാം, ഉമ്മ എന്നെ തല്ലി, വൻപാ എന്നെ തല്ലി എന്ന് പറയുന്നത്. എന്താടാന്ന് ചോദിച്ചാൽ പറയും, പഠിപ്പിച്ചു കൊടുത്തിട്ട് പഠിക്കണില്ല, 3 വട്ടം പറഞ്ഞു കൊടുത്ത് പിന്നെയും തെറ്റിക്കുന്നു, അപ്പം ഞാനൊന്ന് കൊടുത്തു എന്നതാണ്. അപ്പൊ നാം നേരത്തെ തല്ലിയപ്പോൾ അതിന്റെ ലോജിക്ക് മനസ്സിലാവാത്ത അതേ കുട്ടി തന്നെ അവന്റെ കീഴിലുള്ളവർ പെരുമാറുമ്പോൾ അതേ തത്വമെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് മനുഷ്യന്മാർ. അപ്പൊ ആ ലോജിക്ക് മനസ്സിലാവാത്തൊരവസ്ഥ അല്പനേരത്തേക്ക് ഉണ്ടായല്ലോ. ഇതാണ് മനുഷ്യന്മാർ തമ്മിൽ ഏജിന്റെ വ്യത്യാസത്തിൽ വരുന്നതെങ്കിൽ രാജാതിരാജനായ റബ്ബിന്റെ തീരുമാനത്തെ നമുക്ക് എങ്ങനെ എല്ലാം അതിന്റെ പൊരുൾ അറിയണം എന്ന് ശഠിക്കുന്നതിന്റെ അർത്ഥമാണുള്ളത്. അപ്പോഴാണ് വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് സൂറത്തുൽ കഹ്ഫിലെ 3 സന്ദർഭങ്ങൾ. 3 സാധാരണഗതിയിൽ നോക്കിയാൽ അതിന്റെ യുക്തി എന്താണെന്ന് തിരിച്ചറിയാൻ പ്രയാസമുണ്ട്. പക്ഷെ അതിന്റെ യുക്തി അറിഞ്ഞപ്പോൾ, ഖുർആൻ തന്നെ വിവരിച്ചപ്പോൾ, അതെന്തുമാത്രം അർത്ഥവത്തായ വാക്കാന്ന് ആലോചിച്ച് നോക്കും. അത്
മനസ്സിൽ നിന്ന് മായാതെ ഒരു ഓർമ്മയായി ശക്തിയായി നമ്മുടെ തലകളിൽ കൊണ്ടു നടക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുക. അടുത്ത ആയത്തിലേക്ക് പോവാം. അലന്തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായീല മിൻ ബഅദി മൂസ ഇദ് ഖാലൂ ലിനബിയ്യിൻ ലഹു ബഅ്സനാ മലിക്കൻ നുഖാതിൽ ഫീ സബീലില്ലാഹ് ഖൽ അലസൈതും ഇൻ കുതിബ അലൈക്കുമുൽ ഖിതാലു അല്ലാ തുഖാതിലു ഖാലൂ വമാ ലനാ അല്ലാ നുഖാതില ഫീ സബീലില്ലാഹ് വഖദ് ഉഖ്രിജ്നാ മിൻ ദിയാരിനാ വഅബ്നായിനാ ഫലമ്മാ കുതിബ അലൈഹിമുൽ ഖിതാലു തവല്ലൗ ഇല്ലാ ഖലീലൻ മിൻഹും വല്ലാഹു അലീമുൻ ബിസ്സാലിമീൻ. അലന്തറ നീ കണ്ടില്ലയോ ഇലൽ മലയി ഒരു കൂട്ടം പ്രമാണിമാര്. മലയി സൂറത്തുൽ അറാഫിലൊക്കെ ആ വാക്ക് ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുണ്ട്. പ്രമാണിമാര്, പ്രധാനികള് എന്നൊക്കെ അർത്ഥത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് മലഇ എന്ന വാക്ക്. മല എന്നൊരു വെർബ് ഉണ്ട്, അതിന്റെ അർത്ഥം നിറച്ചു എന്നൊക്കെയാണ്. ഇനി മലഇ എന്ന വാക്കിന് മറ്റൊരർത്ഥമുണ്ട്. അതെന്താണ്? ജനക്കൂട്ടം, ആൾക്കൂട്ടം എന്ന അർത്ഥത്തിന് ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ബനി ഇസ്രായേല, ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരു കൂട്ടം പ്രമാണിമാരെ നീ കണ്ടില്ലേ? ഏത് കാലത്താണത്? മിൻബഅദി മൂസ, മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിന്റെ ശേഷം. ഇസ്രായേലർ നമ്മൾ പഠിച്ചതാണ്. സൂറത്തുൽ ബഖറയുടെ കൂടെ നടന്നിട്ട് യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ പേരാണ്. അദ്ദേഹത്തിന്റെ 12 മക്കൾ, യൂസുഫ് നബി അലൈഹി സ്വലാം അടക്കമുള്ള 12 മക്കളും ആ മക്കളുടെ പിന്തുടർച്ചക്കാരെയുമാണ് ഇസ്രായേലിയർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. അവരിലേക്ക് അയക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ ആ മൂസാ നബിയുടെ കാലഘട്ടങ്ങൾക്കൊക്കെ ശേഷം ഒരു സംഭവം ഉണ്ടായി. നമുക്കറിയില്ല, അള്ളാഹു പറഞ്ഞു തരാം. എന്തിനാണ് ആ സംഭവം പറഞ്ഞു തരുന്നത്? ഏതാണ്ട് കുറച്ച് ആയത്തുകൾ ഉണ്ട് അതിലല്ലേ. 251 ആയത്ത് വരെ ഇതിനെപ്പറ്റി തന്നെയാ പറയുന്നത്, ആ സംഭവത്തെ പറ്റി. എന്താണത്? ഇത് കാലു, ഓർമ്മിക്കുക അവർ പറഞ്ഞ സന്ദർഭം. ഈ നബിയില്ലഹും, അവർക്ക് അയക്കപ്പെട്ട ഒരു നബിയോട് അവർ പറഞ്ഞു. അപ്പൊ പിന്നെ ആലോചന വരെ, ഏതാണ് ആ നബി, ഏതാണ് ആ നബി എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. പിന്നെ ആരാ പറയേണ്ടത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏത് നബിയുടെ കാലത്താണ് ഈ താഴെ പറയുന്ന സംഭവം ഉണ്ടായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടില്ല. സഹാബാക്കിറാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെപ്പറ്റി ചോദിച്ചിട്ടുമില്ല. പിന്നെ പല നബിമാരുടെയും പേരുകൾ പറഞ്ഞുകൊണ്ട് ഇസ്രായേലി കഥകളുണ്ട്, ചരിത്ര ഭാഗങ്ങളുണ്ട്. അവ ഉദ്ധരിക്കാം, ഉദ്ധരിക്കാതിരിക്കാം. നമ്മൾ ഡേറ്റ് പറഞ്ഞിട്ട് സമയം കളയുന്നില്ല എന്ന് മാത്രം. അപ്പൊ ആ സംഭവം പഠിക്കാൻ ഇത്രേ വേണ്ടതുള്ളൂ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒക്കെ കാലഘട്ടം കഴിഞ്ഞിട്ട് ഒരു കാലത്ത് അവർക്ക് ഒരു നബി ഉണ്ടാ കൂട്ടത്തിൽ, എപ്പോഴും ഒരു നബി ഉണ്ടായിരുന്നു അവരെ നയിക്കാൻ. ആ നബിയോട് ആ നാട്ടിലെ പ്രമാണിമാർ, ഇസ്രായേലി പ്രമാണിമാർ ഒരാവശ്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇബസ് ലന മലിക്കൻ നുഖാത്തിൽ ഫീ സബീലില്ലാഹ്, ഞങ്ങൾക്ക് നീ ഒരു രാജാവിനെ നിയോഗിച്ചിതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി. ഇതാണ് ജനങ്ങൾ ആവശ്യം. അപ്പൊ എന്തൊക്കെ മനസ്സിലായി? ഒരു യുദ്ധം വേണ്ടി വരുന്ന, അപ്പൊ ഒരു ശത്രു എന്ന് പറഞ്ഞാൽ ഇവരെ ദ്രോഹിക്കുകയോ ആക്രമിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്ത ഒരു ശത്രുവിനെതിരെ ഒരു ജിഹാദ് നടത്തേണ്ട അഭിവാഞ്ച, ആഗ്രഹം ആ ജനങ്ങളിൽ ഉണ്ടാവുകയും ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ നേതൃത്വം നൽകാൻ പറ്റുന്ന വിധത്തിൽ ഒരു രാജാവിനെ, യുദ്ധം നയിക്കാവുന്ന ഒരു രാജാവിനെ നിശ്ചയിച്ചു കൊടുക്കാൻ വേണ്ടി ആ ജനങ്ങൾ ആ നബിയോട് ആവശ്യപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ സംഭവം എന്നാണ് നടക്കുന്നത് എന്നതിനെ പറ്റി ഖുർആനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ താഴെ വരുന്ന ആയത്തുകളിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു വസ്തുതയുണ്ട്. ഇസ്രായേൽ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രവാചകനാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ സംഭവത്തിന്റെ പൂർത്തീകരണം പറയുന്നതിനിടയ്ക്ക് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ രംഗപ്രവേശം അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ. അപ്പോ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തോടനുബന്ധിച്ചാണ്, ആ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടന്നത് എന്ന് മനസ്സിലാവണം. പക്ഷെ ദാവൂദ് നബി അലൈഹി ഇസ്ലാം അന്ന് നബിയല്ല. ഈ സംഭവം നടക്കുമ്പോൾ ഈ ആളുകൾ ആവശ്യപ്പെട്ടത് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോടുമല്ല. ആട്ടെ, അപ്പൊ നമ്മൾ ഈ ആയത്തിൽ നിന്ന് എന്താ ലഭിക്കുക? ചരിത്രം പറഞ്ഞു തരുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിന്റെ അന്ന് ഫറോവയിൽ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, കെലിമത്ത് തൗഹീദിന്റെ വാഹകരും പ്രചാരകരും ഒക്കെയായി
വേദമൊക്കെ അനുസരിച്ച് ഉള്ള വിധത്തിലൊക്കെ അവർ ജീവിച്ചു വന്നു. പക്ഷെ അത് അധികകാലം നീണ്ടു നിന്നിട്ടില്ല എന്നാണ് ഇവരെ പറ്റി എഴുതപ്പെട്ട ചരിത്രം പറയുന്നത്, ഖുർആനും സൂചിപ്പിക്കുന്നത്. ശത്രുക്കൾ പലപ്പോഴും ഇവരെ ഇസ്രായേലിനെ അടിച്ചമർത്തുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്തു. പലതരം ശത്രുക്കൾ. അതില് അമാലിക്കയുണ്ട്, ഗ്രീക്കുകാരുണ്ട്, പേർഷ്യക്കാരുണ്ട്. അങ്ങനെ പലരും പല കാലങ്ങളിലായിട്ട് ഇവിടെ അടിച്ചമർത്തിയിട്ടുണ്ട് ചരിത്രത്തിന്റെ ഭാഗങ്ങളിൽ. അപ്പോ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് എന്തുണ്ട്? ഇവർ ശത്രുക്കളാൽ മർദ്ദിക്കപ്പെടുകയും ദ്രോഹിക്കപ്പെടുകയും പിന്നെ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുകയും ചെയ്തൊരു കാലഘട്ടമാണ്. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് എന്നോട് ചോദിച്ചാൽ താഴെ വരുന്ന ആയത്തുകളുടെ ഭാഗത്തുനിന്ന് അത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താന്ന് പറഞ്ഞാല്, ആ ജനത അള്ളാഹുവിന്റെ കൽപ്പനകളെ അവരിലേക്ക് അയക്കപ്പെട്ടിരുന്ന പ്രവാചകന്മാരുടെ അലൈഹി വസ്സലാത്തു വസ്സലാം കൽപ്പനകളെ ധിക്കരിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രപഞ്ച നിയമം അനുസരിച്ച് അവർക്ക് മേൽ ശത്രുക്കൾക്ക് അള്ളാഹു വിജയം നൽകി. ഇവരുടെ വീടുകളിൽ നിന്നൊക്കെ ആട്ടി ഓടിക്കപ്പെടുകയും പലായനത്തിന് വിധേയമാവുകയും ഒക്കെ ചെയ്തു. അതൊരു വസ്തുത. പക്ഷെ അതേസമയം അവരുടെ ഭാഗത്ത് വന്നുപോയ തെറ്റുകളെ പറ്റി ആ തലമുറക്കോ അല്ലെങ്കിൽ പിന്നാലെ വന്നൊരു തലമുറക്കോ മനസ്സിലായി. ആ തലമുറ എങ്കിൽ ഇതിനെതിരെ ജിഹാദ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ബാധ്യതയല്ലേ എന്നവർക്ക് തോന്നി. അവർ തോന്നുക മാത്രമല്ല, അതിനൊരുങ്ങാനും തയ്യാറാവാനും നേതൃത്വം നൽകാനും ഒരു നേതാവിനെ അവർ പ്രവാചകനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പൊ ആ മാനസികമായ ആ മാറ്റമുണ്ടല്ലോ, ആ മാറ്റത്തെയാണ് ഖുർആൻ ഇവിടെ അടിവരയിടുന്ന ഒരു വിഷയം. അല്ലാഹു അഅലം. അതായത് അവർക്ക് ഉണ്ടായിരുന്ന ആ യശസ്, അധികാരം, ആ മേൽക്കോയ്മ അത് മുഴുവൻ നഷ്ടമായി. ശത്രുക്കൾ അവരെ പീഡിപ്പിച്ചു, ആക്രമിച്ചു. അവർ അവരുടെ വീടുകളിൽ നിന്നൊക്കെ പലായനം ചെയ്യേണ്ടിയൊക്കെ വരികയും ചെയ്തു. അത് അനുഭവിച്ചത് അവരുടെ തെറ്റുകൾ കാരണമായി തന്നെയാണ്. പക്ഷെ പിന്നാലെ വന്ന ഒരു തലമുറക്ക് അല്ലെങ്കിൽ ആ തലമുറയുടെ ആ തലമുറയിൽപ്പെട്ടവർക്ക് തന്നെ പിന്നീട് അതിൽ കുറ്റബോധം തോന്നുകയും ഖേദം തോന്നുകയും ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ തയ്യാറാണ് എന്ന് അവർക്ക് ഉണർവുണ്ടാവുകയും ചെയ്തു എന്നതാണ്. ഈ ആയത്ത് പഠിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ട പാഠം ഇതാണ്. നമ്മളൊക്കെ മനുഷ്യരാണ്, പച്ചയായ മനുഷ്യർ. ജീവിതത്തിന്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ വെല്ലുവിളികളും ഒക്കെ രാപ്പകൽ വ്യത്യാസമില്ലാതെ, പ്രായത്തിന്റെ വ്യത്യാസമില്ലാതെ നേരിടുകയും തരണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ ആ സമയങ്ങളിലൊക്കെ പലപ്പോഴും പലതരം കൽപ്പനകളും വിധികളും ഒക്കെ നമ്മളെ ശ്രദ്ധിക്കാതെ പോവുകയോ നമ്മുടെ ഭാഗത്ത് വീഴ്ച വരികയോ ഒക്കെ ചെയ്തേക്കാം. ഇപ്പോ സുന്നത്ത് നമസ്കാരങ്ങളുടെ കാര്യത്തില്, ഖുർആൻ ഓതുന്ന വിഷയത്തില്, സുന്നത്ത് നോമ്പ് നോൽക്കുന്ന വിഷയത്തില്, ഖുർആൻ പഠിക്കുന്ന വിഷയത്തില്, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള ദഅവത്തുകളിൽ പങ്കെടുക്കുന്ന വിഷയത്തില്, അങ്ങനെ പലതിലും പല കാരണങ്ങളാലും വീഴ്ചകളോ പോരായ്മകളോ ഒക്കെ സംഭവിക്കാം. മനുഷ്യരാണ്. പക്ഷെ ആ സംഭവിച്ചു എന്നത് കാലാകാലം അങ്ങനെ ആവാനുള്ള ഒരു കാരണമായിക്കൂടാ. ഒരു പുനരാലോചന, ഒരു പുനർചിന്ത, ഞാൻ എത്ര കാലമായി ഇതൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ പങ്കാളിയായിട്ട്, ഇങ്ങനെ ആയാൽ പറ്റില്ല എന്നൊരു തിരിച്ചുവരവും തിരിച്ചൊരു ചിന്തയും നമ്മുടെ ഭാഗത്തുണ്ടാവണം. ഇവർക്കുണ്ടായി. അത് അവരുടെ തെറ്റുകൾ കാരണമായാണ് അവരുടെ അധികാരവും രാജ്യവും ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടത്. ആ നഷ്ടപ്പെട്ടത് തങ്ങളുടെ കുറ്റങ്ങൾ കൊണ്ടാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞപ്പോ എങ്കിൽ ഞങ്ങളുടെ തെറ്റുകൾ തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നവർക്ക് ബോധ്യം വന്നു. നമ്മുടെ വർത്തമാന കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ എവിടെയായിരുന്നാലും ശരി, ഈ തരം പുനരാലോചനകളും ചിന്തകളും വളരെയേറെ ആവശ്യമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. പ്രസംഗിക്കല്ല, ക്ലാസ്സാണ്. നമ്മുടെ മാതാപിതാക്കളൊക്കെ അത്ര സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാതിരുന്ന ഗൾഫ് പണത്തിന്റെ മുമ്പുള്ളൊരു കാലഘട്ടത്തില്, എന്റെയൊക്കെ കുട്ടിക്കാലം, ആ സമയത്തൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നാലും ശരി, മദ്രസ പഠനം മുടക്കിക്കൂടാ, മദ്രസയിൽ പോയേ പറ്റൂ എന്ന വിധത്തില് 7 മണിക്ക് 7:30-ക്കൊക്കെയാണ് മദ്രസയിലേക്കൊക്കെ പറഞ്ഞയച്ചിരുന്നത്. കുട്ടികൾ വന്നിരുന്നത്. എല്ലാ വീട്ടിലും ചായക്ക് കടിയൊന്നും ഉണ്ടാവണമെന്നില്ല. ചായ അത്ര കുടിച്ചാൽ മതി, പോയി മദ്രസയിൽ പോയി ഓതി പഠിക്ക് എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം പറഞ്ഞയച്ചു.
ചിലപ്പോഴൊക്കെ അവര് സ്കൂളുകളിൽ പഠിപ്പിക്കണമെന്ന ശാഠ്യം അത്ര കാണിക്കാതിരുന്നിട്ടുണ്ട് ചിലരൊക്കെ, എല്ലാവരും ഞാൻ പറഞ്ഞില്ല. പക്ഷെ നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി വരികയും പുരോഗതി ഉണ്ടാവുകയും ഒക്കെ ചെയ്ത കാലഘട്ടങ്ങളിൽ അപ്പോഴും ഇതൊന്നും മറക്കാതെ അള്ളാഹുവിന്റെ ദീനിനോടുള്ള കൽപ്പന ബാധ്യതയും തന്റെ മക്കളെ അള്ളാഹിന്റെ ദീനനുസരിച്ച് വളർത്തിക്കൊണ്ടുവരണമെന്ന ബോധവുമുള്ള ആളുകളാണ് ഏതാണ്ട് മുസ്ലിം സമൂഹത്തിലെ 90% ആളുകളും, അല്ലെങ്കിൽ അധിക ശതമാനം ആളുകളും. എന്നാൽ ചുരുക്കം ചില ആളുകളുണ്ട്, അത് കുട്ടികളുടെ, ഞാൻ കൊതിക്കുന്ന എൻ്റെ മകൻ ഡോക്ടറായി തീരേണ്ട മകന്റെ, അല്ലെങ്കിൽ എഞ്ചിനീയറായി തീരേണ്ട മകന്റെ, അല്ലെങ്കിൽ മകളുടെ, അല്ലെങ്കിൽ കലയിലും സാഹിത്യത്തിലും നൃത്തത്തിലുമൊക്കെ പ്രാവീണ്യം ആർജിക്കേണ്ട എൻ്റെ മകളുടെ മകന്റെ ഭാവിക്ക് മദ്രസ പഠനം ഒരു ഭാരമോ തടസ്സമോ ആയിത്തീരുന്നു എന്നതിനാൽ നൃത്തവും കരാട്ടയും ബാക്കിയും ട്യൂഷനും ഒന്നും നിർത്താതെ മദ്രസ പഠനത്തെ നിർത്തിയ അധ്യാപകരെ എനിക്കറിയാം. ഒരു പക്ഷേ ഞാൻ ഖത്തറിൽ ഈ 89, 88 കാലഘട്ടങ്ങളിലാണ് ഖത്തറിൽ വരുന്നത്. അന്ന് ഖത്തർ ഇന്റർനാഷണൽ ഹയർ സെന്ററിൽ മദ്രസ നടത്തുന്നുണ്ട്, റഹത്തുൽ അത്ഫാൽ എന്നെല്ലാം കൂടി പറഞ്ഞു. അന്നൊരു പക്ഷെ ആദ്യമായൊരു പൊതുപ്രവർത്തനമായി അവിടുത്തെ അന്നും എൻ്റെ കൂട്ടുകാരായ ആൾക്കാരുടെ കൂടെ ചില വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട്. ആ പോയത് എന്തിനാന്ന് ചോദിച്ചാൽ അവരുടെ മക്കള് മദ്രസയിൽ വരാത്തത് കൊണ്ട് അതൊന്നുകൂടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയാനാണ് പോയത്. ഞാൻ നാട്ടിൽ നിന്ന് ആദ്യമായി വിദേശത്ത് വരുന്ന ഒരാളുടെ എല്ലാ ബേജാറോടും കൂടിയുള്ള ഒരവസ്ഥയിലാണ് ഞാനുള്ളത്. പക്ഷെ അന്നുണ്ടായ ഒരു അനുഭവം എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട്. ഏത് വീടാണ് ഖത്തറിലെന്ന്, ആരുടെ വീടാണെന്ന് എനിക്കറിയില്ല. അവിടുത്തെ രക്ഷകർത്താവിനോട് സംസാരിച്ചു, മകനെയോ മകളെയോ, അത്രയും എനിക്ക് തിട്ടല്ല. പിന്നെ കുട്ടിയെ മദ്രസയിൽ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം കുട്ടിയുടെ പഠനത്തിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ എണ്ണി. സ്കൂളുണ്ട്, അത് കഴിഞ്ഞ് 2-3 വിഷയങ്ങളിൽ ട്യൂഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് വൈകിട്ട് ഫുട്ബോളോ അങ്ങനെ എന്തോ ഒന്നുണ്ട്, പിന്നെ കുട്ടിക്ക് കരാട്ടയോ അങ്ങനെ എന്തോ ഒന്നുണ്ട്, പിന്നെ ഡാൻസ് ആണോ നൃത്തമാണെങ്കിൽ കൃത്യമായി അറിയില്ല, അങ്ങനെ ഒന്നുണ്ട്. ഇതെല്ലാം കൂടി ഉള്ളതിന്റെ ഇടയിൽ ഇനിയിപ്പോ കുട്ടിനെ മദ്രസയ്ക്കും കൂടി പറഞ്ഞയക്കാന്ന് പറഞ്ഞാല് അത് കുട്ടിക്ക് വലിയ ഭാരമായി മാറും എന്ന് പറഞ്ഞ ഒരു മഹാനവർകളെ എനിക്ക് ഖത്തറിന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞു. എനിക്ക് അയാളുടെ മുഖമൊന്നും ഓർമ്മയില്ല, എനിക്ക് അയാളെ അറിയൂല, അയാളെ പേരും അറിയില്ല. അയാളാ പറഞ്ഞ വാക്ക് എന്നെയൊക്കെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ട്, എന്താണ് ഈ മനുഷ്യൻ പറയുന്നത്, എന്താണ് ഇയാൾ ഈ പറയുന്നത്? ഇതിന്റെ നേർ വിപരീതമായ ഒരു ചിത്രം പിന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഖത്തറിൽ ക്ലാസ്സുകൾ എടുക്കുകയും പള്ളിയിലെ ഖുതുബ പരിഭാഷ നിർവഹിക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന സമയങ്ങളില് പിന്നെ ഈ പ്രൊഫഷണൽ കോഴ്സുകൾ പാസ്സായി വന്ന അത്യാവശ്യം ഭേദപ്പെട്ട ശമ്പളമൊക്കെയുള്ള ചില ചെറുപ്പക്കാരായ കുട്ടികൾ എൻ്റെ പക്കലൊക്കെ വന്ന് സംസാരിച്ചിട്ട് അവർ സംസാരം തുടങ്ങിയത് തന്നെ മാതാപിതാക്കളെ പഴി പറഞ്ഞുകൊണ്ട്. എന്തിനാ പഴി പറയുന്നതെന്നറിയോ? കുട്ടിക്കാലത്ത് ഞങ്ങളെയൊന്നും മദ്രസയിൽ പറഞ്ഞയപ്പിച്ചില്ല, അറബിയും പഠിപ്പിച്ചു തന്നില്ല, ഖുർആൻ ഓതാനും പഠിപ്പിച്ചു തന്നില്ല, പിന്നെ നിസ്കരിക്കാനും പഠിപ്പിച്ചു തന്നില്ല, ഒന്നും പഠിപ്പിച്ചു തന്നില്ല. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ വലുതായി മനുഷ്യന്മാരായി നിൽക്കുമ്പോൾ നിങ്ങളെപ്പോലെ നമ്മുടെ സാധാരണ സമൂഹത്തിലെ കൊച്ചു കുട്ടികൾക്ക് അറിയുന്ന ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും പോലും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് ചെയ്യാനും അറിയില്ല. ഈ കോലത്തിൽ ഞങ്ങളെ ആക്കി തീർത്തത് ഞങ്ങളെ മാതാപിതാക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾക്ക് നേരെ ശാപം ചൊരിയുന്ന, അവരെ വായ പൊത്തിപ്പിടിക്കാൻ ഞാൻ ചെയ്തത് പറഞ്ഞുകൂടാ. അവർ നിങ്ങൾ നന്മക്കാണ് വേണ്ടിയാണ് അവർ ചെയ്തത്, പക്ഷെ അവരുടെ തീരുമാനം തെറ്റായി പോയി, അത് അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പറയുകയല്ലാതെ ചെയ്തുകൂടാ എന്ന് പറഞ്ഞവരെ ഞാൻ തിരുത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ബോധം വന്നപ്പോ മക്കള് പിന്നെ അത് സ്വന്തം മാതാപിതാക്കൾ ചെയ്ത ഈ അബദ്ധത്തെ, തെറ്റിനെ തിരുത്തി പറയുന്നു. അപ്പൊ എന്താ ഇപ്പൊ ഇവിടെ ഞാൻ ക്ലാസ്സിൽ പറയുന്നതെന്ന് ചോദിച്ചാല്, നാട്ടിൽ ഇന്ന് SLCയുടെ ഫലമൊക്കെ വന്നു. ഗൾഫിൽ നേരത്തെ വന്ന് കാണാൻ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെ തീരുമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു ഭാഷയാണ് അറബി ഭാഷ. ആ ഭാഷക്കും മറ്റു ഭാഷകളോട് അള്ളാഹ്ക്ക് വെറുപ്പൊന്നുമില്ല, എല്ലാ ഭാഷയും അള്ളാഹുവിൻ്റെ തന്നെയാണ്. അത് ആളുകൾ തിരിച്ചറിയാൻ വേണ്ടി അങ്ങനെ തെരഞ്ഞെടുത്തതാണ്. പക്ഷെ പടച്ച റബ്ബ് അവന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഇറക്കാൻ തെരഞ്ഞെടുത്ത ഭാഷ അറബി ആയപ്പോ ആ അറബി ഭാഷക്ക് അതിൻ്റെതായ ഒരു പവിത്രത അല്ലെങ്കിൽ ഒരു പ്രാധാന്യം നമ്മുടെ ജീവിതവുമായി തന്നെ ഉണ്ട് എന്ന കാര്യം സത്യമാണ്. ഈ കഴിഞ്ഞ തവണ ഞാൻ ഉംറയ്ക്ക് വന്ന ഖത്തറിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത്, തിരിച്ചു വരുന്ന സമയത്ത് സംസാരിച്ചപ്പോ എന്നോട് ചിലർ പറഞ്ഞു, അറബി പഠിക്കണം, അറബി പഠിക്കാഞ്ഞിട്ടാണ് ഇതൊക്കെ,
ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, ഇപ്പോഴല്ലേ ഇതൊക്കെ മനസ്സിലാകുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് സാധിക്കുന്ന മാതിരി ഖുറാനിലോ ഹദീസിലോ വന്നിരിക്കുന്ന, ചരിത്രത്തിലോ വന്നിരിക്കുന്ന ഭാഗങ്ങളിൽ അവർക്ക് താല്പര്യം തോന്നാവുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്റെ വാക്കുകൾ കൊണ്ട് മാത്രമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ആ ബോധം അവർക്കുണ്ടായി. അപ്പോ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിക്കണം, ഞാൻ സമ്മതിച്ചു. പക്ഷെ അറബി ഭാഷ പഠിക്കാൻ പോയത് കൊണ്ട് എന്റെ കുട്ടിയുടെ ഭാവി ഇരുളടഞ്ഞതായി തീരും എന്ന ഒരു ചിന്തയൊന്നും വേണ്ടതില്ല. അറബി ഭാഷ പഠിച്ചു പോയാലും ആ കുട്ടിക്ക് മറ്റ് ഭാഷകൾ പഠിച്ചെത്താവുന്ന എല്ലാ ഉയരങ്ങളിലും എത്തിപ്പെടാൻ പറ്റുന്നതാണ്. എനിക്കൊരു രക്ഷകർത്താവിനെ അറിയാം, നിങ്ങൾക്കും അറിയാൻ പറ്റും ഒരു പക്ഷേ ആ രക്ഷകർത്താവിനെ. ഞാൻ പറയുന്നില്ല, കാരണം അത് ക്ലാസ്സിൽ അല്ലെങ്കിലും പുറത്ത് വെച്ച് കേൾക്കുമ്പോൾ അവർക്ക് മോശപ്പെട്ടതല്ല, മഹത്തരമാണ്. അദ്ദേഹത്തിന്റെ മക്കളെയൊക്കെ എഞ്ചിനീയർമാരോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവരൊക്കെ ആക്കി തീർത്തു, ഡോക്ടർമാരൊക്കെ ആക്കി തീർത്തു. പക്ഷെ 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ കഴിഞ്ഞ ശേഷം 2 വർഷം കുട്ടികളെ നിർബന്ധമായും അറബി കോളേജിൽ പറഞ്ഞയച്ചു. എന്നിട്ട് ദീനിന്റെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ച ശേഷം പിന്നീട് അവരെ മറ്റു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പറഞ്ഞയച്ച മഹാന്മാരായ ആളുകളെ അറിയാം, കുറെ പേരെ ഇല്ലെങ്കിലും അറിയാം. അപ്പോ ആ ഒരു ചിന്തയൊക്കെ നമ്മുടെ ഭാഗത്തുണ്ടാവണം. എല്ലാവരെയും കൂടി അങ്ങനെ പറഞ്ഞേക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ല, എല്ലാ കുട്ടികൾക്കും ആ താല്പര്യം ഉണ്ടാവുമെന്നും പറഞ്ഞില്ല. ഇത് ഒരു അറബി കോളേജ് അധ്യാപകരായതുകൊണ്ട് മഹേഷത്തിന്റെ ഒരു ഭാഗത്തേക്ക് കുട്ടികളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് എന്നൊന്നും നിങ്ങളാരും ചിന്തിക്കൂലല്ലോ. അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഇക്കാലം വരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ ഞാനൊക്കെ മനസ്സിലാക്കുന്ന ഒരു സ്ഥിതിയിൽ അറബി കോളേജുകളിൽ കുട്ടികളുടെ വരവിന് കുറവൊന്നുമില്ല. പഠിക്കാനോ പഠിപ്പിക്കാനോ താല്പര്യമുള്ള ആളുകൾ ധാരാളമുണ്ട്. നിങ്ങളെ കുട്ടിക്ക് മറ്റൊരു ഭാഷയുടെ ലിറ്ററേച്ചർ പഠിച്ചാൽ കിട്ടുന്നതിനേക്കാൾ ഏറെ ആനന്ദം, അങ്ങനെ ഞാൻ പറയട്ടെ, കാരണം ഞാൻ അറബി ഭാഷ പഠിച്ചവൻ. ആ ഏറെ ആനന്ദം ഈ അറബിക് ലിറ്ററേച്ചർ പഠിച്ചാൽ കിട്ടും. കൂടെ ദീനുമായുള്ളൊരു ബന്ധവും ദീനിയായൊരു ജീവിതവും പിന്നെ വളരെ വലിയൊരു സംസ്കാരത്തിന്റെ ഒരു സ്വത്തും ഈ കുട്ടിയുടെ കൈകളിൽ വശം എത്തിപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എന്തേ അത് പറയേണ്ടി വന്നത്, തിരുത്തപ്പെടേണ്ടിയുണ്ടെങ്കിൽ തിരുത്തണം എന്ന ഒരു ബോധം ഈ ആളുകൾക്ക് ഉണ്ടായതുപോലെ നമ്മിൽ വന്നുപോയ തിരുത്തപ്പെടേണ്ട ഒരു വശമുണ്ടെങ്കിൽ ആ വശത്തെ ഈ തരം തലങ്ങളിലൊക്കെ നിന്നുകൊണ്ട് ചിന്തിക്കാനും ആലോചിക്കാനും സമയമായിരിക്കുന്നു. അല്ലെങ്കിൽ ഈ സമയം അതിനു കൂടി ബാധകമാണ്, അത് യോജിച്ചതാണ് എന്ന് ഓർമ്മിപ്പിച്ചതാണ്. ശരി. അപ്പൊ അവർ നബിയോട് അങ്ങനെ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. അപ്പൊ ആ പ്രവാചകൻ അവരോട് ചോദിച്ചു, ഹൽ അസൈത്തും ഇൻ കുതിബ അലൈക്കുമിൽ ഖിതാലു അല്ലാ തുഖാതിലു, അല്ല, നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുകയോ മറ്റോ ചെയ്തേക്കുമോ? ഇസ്രായേലരുടെ പ്രകൃതം എന്താണ്, സ്വഭാവം എന്താണെന്ന് നന്നായി അറിയാവുന്ന പ്രവാചകനാണ്. അതുകൊണ്ട് ഒരാവേശത്തിന് ഞങ്ങൾക്ക് ജിഹാദ് വേണം, ഞങ്ങൾ ജിഹാദിന് പോവാണ്, അതിന് ഞങ്ങൾക്കൊരു നേതാവിനെ വേണം എന്നെല്ലാം കൂടി പറഞ്ഞിവര് വലിപ്പം പറഞ്ഞപ്പോ ആ പ്രവാചകൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അസൈത്തു നന്ന ആയേക്കുമോ എന്ന്. ആയേക്കും അല്ലസൈത്തും, നിങ്ങൾ ആയേക്കുമോ, അല്ലാ തുഖാത്തിലു, നിങ്ങൾ യുദ്ധം ചെയ്യാതിരുന്നേക്കുമോ, ഇൻ കുത്തിബ അലൈക്കുമിൽ ഖിതാലു, യുദ്ധം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടാൽ. എന്ന് വെച്ചാൽ നിങ്ങൾ അള്ളാഹുവിനോട് ഒരു നേതാവിനെ ചോദിച്ചു, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഒരു നേതാവിനെ നിശ്ചയിച്ചു തന്നു, നിങ്ങളെ അടക്കി വാഴുന്ന അല്ലെങ്കിൽ നിങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ ശത്രുവിനെതിരെ നിങ്ങൾ ജിഹാദ് ചെയ്യേണ്ടതാണ് എന്ന് പടച്ചവന്റെ കൽപ്പന വരികയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പിന്നോട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോ നിങ്ങളെ നിർബന്ധമായും തീർത്തും ശരിക്കും നിങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങുമോ അതോ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുമോ എന്ന് ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞൊരു മറുപടി, ഖാലു, ആ നാട്ടുകാർ പറഞ്ഞു, വമാലന അല്ലാനു ഖാതില ഫീ സബീലില്ല, ഞങ്ങൾ എന്തിനാ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാണ്ടിരിക്കുന്നത്? മാലന അല്ലാനു ഖാതില ഫീ സബീലില്ല, ഞങ്ങൾ എന്തായിരുന്നാലും യുദ്ധം ചെയ്യും. കാരണം വഖദ് ഉഖ്രിജ്നാ മിൻ ദിയാരിന, ഞങ്ങളൊക്കെ ഞങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാ. അഭിനായിന, ഞങ്ങളെ മക്കളിൽ നിന്നും. അപ്പോ ശത്രുക്കൾ ഞങ്ങളെ വന്ന് ആക്രമിക്കുകയും ഞങ്ങളെ മക്കളെ തട്ടിക്കൊണ്ടുപോവുകയോ അടിമകളായി പിടിച്ചു കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്തിരിക്കുന്നു. ഞങ്ങളെ വീടും കുടിയും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ഇപ്പോഴ് പലായനം ചെയ്ത് എവിടെയൊക്കെയോ കഴിഞ്ഞുകൂടുകയാണ്, വീടുകളിൽ നിന്നും സ്വന്തം വീടുകളൊക്കെ നഷ്ടപ്പെട്ടിട്ട്.
ഇതൊക്കെ ചെയ്ത ശത്രുവിന്റെ നേരെ ഞങ്ങൾ തിരിച്ചടിക്കാതിരിക്കും അങ്ങനെ അവസരം വന്നാൽ? അപ്പൊ നമുക്കൊരു ചിത്രം കിട്ടി. എന്ത്? ഈ സംഭവം നടന്നത് ഇസ്രായേലിയർ ശത്രുക്കളാൽ ആട്ടിയോടിക്കപ്പെടുകയും ദ്രോഹിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ സ്വന്തം നാടും വീടും വിട്ടവർ പലായനം ചെയ്യേണ്ടി വന്ന, അഭയാർത്ഥികളായി ജീവിക്കേണ്ടി വന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അവര് ശരിക്കും ഞങ്ങൾ തയ്യാറാണ് എന്ന് തന്നെ പറഞ്ഞു. കാലു, അവർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, ഫമാലന അല്ലാ നുഖാതില ഫീ സബീലില്ലാഹ് വഖദ് ഉഖ്രിജ്നാ മിൻ ദിയാരിനാ വഅബ്നായിനാ. ഞങ്ങൾ എങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കും? ഞങ്ങളെ മക്കളിൽ നിന്നും പിന്നെ വീടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരല്ലേ? ആ മക്കൾ എന്നുള്ള പ്രയോഗം ശ്രദ്ധിച്ചോ നിങ്ങൾ? ബോസ്നിയയിലൊക്കെ 90-91 കാലഘട്ടങ്ങളിൽ പഴയ ചെക്ലോസ്ലോവാക്യയുടെ ഭാഗത്തുണ്ടായ ആ വംശീയ കലാപത്തിന്റെയൊക്കെ അന്തിമ ചിത്രം നിങ്ങൾക്കറിയാം. അവിടെ കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് UNO പ്രമേയം പാസാക്കിയിട്ട് അവിടുത്തെ മുസ്ലിം കുട്ടികളെ, ബോസ്നിയയിലെ മുസ്ലിങ്ങളുടെ കുട്ടികളെ അവരേറ്റെടുത്തു. UN ഏറ്റെടുത്തു എന്നാ പറയുന്നത്, സംരക്ഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട്. എന്തൊരു പഞ്ചാരവാക്കാ പറഞ്ഞെന്നറിയോ? ആ കുട്ടികളെ മുഴുവൻ UNOയുടെ ലേബിളിൽ അവർ കടത്തിക്കൊണ്ടുപോയി. ആ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു? ആ കുട്ടികൾക്ക് ജീവനുണ്ടോ? അവരെ വേറെ വല്ല പരീക്ഷണങ്ങൾക്കും ഉപയോഗപ്പെടുത്തിയോ? അതോ വല്ല ഷാപ്പുകളിലും കള്ളൊഴിച്ചു കൊടുക്കാനോ മറ്റു വല്ല ആവശ്യങ്ങൾക്ക് വേണ്ടിയോ വിൽക്കപ്പെട്ടോ? എന്തായി ആ മക്കൾക്ക്? ആർക്കും ഒന്നും അറിയില്ല. ഇത് ഞാൻ പറയാൻ കാരണം ആ വിഷയങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നേർക്ക് നേരെ കണ്ടുകൊണ്ടിരുന്ന ഒരു അനുഭവം ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ്. ആ യുദ്ധം അവസാനിച്ചതിന് ശേഷം മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് മുമ്പിൽ ആ പിതാക്കന്മാർ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കരഞ്ഞു നിന്നോ? പക്ഷെ ആര് കേൾക്കാനാ? അതിനെപ്പറ്റി യാതൊരു മറുപടിയും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഖുർആൻ ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയാണിത്. സ്വന്തം മക്കൾ മരണപ്പെട്ടാൽ നമുക്ക് മനസ്സിലാക്കാം, മരണം വിധിക്കപ്പെട്ടതാണല്ലോ. അവർ മറ്റുള്ളവരുടെ കൈകളിൽ പിടിക്കപ്പെടുകയും അതിന് ലോകത്തെ ഭരണകൂടങ്ങൾ വ്യവസ്ഥിതി തന്നെ അംഗീകാരം നൽകുകയും ചെയ്തിട്ട് ഇവർ അടിമകളായി എവിടെയൊക്കെയോ പറഞ്ഞ് പൂർത്തീകരിക്കാൻ കഴിയില്ല. അതാ പറഞ്ഞ വാക്ക് ദിയാരിനാവായി. അപ്പൊ അതിലൊരു സൂചനയുണ്ട് മേലോട്ട്. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളോട് ഏറ്റുമുട്ടണം, യുദ്ധം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ സ്വന്തം വീട് വിട്ട് ഇറങ്ങേണ്ട ഗതികേട് വരാതിരിക്കാൻ, നിങ്ങളെ സ്വന്തം മക്കൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ പലപ്പോഴും ഇതിന് തയ്യാറാവേണ്ടി വരും എന്നാണ് പറഞ്ഞു വെച്ചതിന്റെ മാനസികമായ ശക്തി, ബലം അതാണ്. വർത്തമാന കാലഘട്ടത്തിലെ ഓരോ സംഭവങ്ങളും, എവിടെയൊക്കെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുവോ അവയൊക്കെ എടുത്ത് പരിശോധിച്ചിരുന്നാലും ഈ പറയുന്ന ആശയം ശരിയാണ് എന്ന് മനസ്സിലാവുന്നു. അത് മുസ്ലിങ്ങൾ തമ്മിലടിച്ചിട്ട് ശത്രുക്കളെ വിളിച്ചു വരുത്തി ചെയ്തതായിരുന്നാലും ശരി, അതല്ല ശത്രുവിന്റെ കടന്നുകയറ്റം കൊണ്ട് സംഭവിച്ചതായിരുന്നാലും ശരി, ഈ സംഭവങ്ങൾ ശരിയാണ്. എന്തൊരു സുന്ദരമായ നാടായിരുന്നു സിറിയ എന്ന് പറയുന്നത്. എന്തുമാത്രം നല്ല വാണിജ്യ സ്ഥാപനങ്ങള്, ജീവിത സുഖങ്ങള്, കച്ചവട സ്ഥാപനങ്ങള്, കൃഷികള്, വീടുകള്, ബംഗ്ലാവുകള്. ആ പിക്ചർ നിങ്ങൾ പ്രത്യേകിച്ച് ഗൾഫിലുള്ളവർ മറന്നു കാണുമല്ലോ ഇപ്പോഴും സിറിയയുടെ ചിത്രം. സിറിയ മുസ്ലിം കൂട്ടത്തിന്റെ കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരുവാൻ തയ്യാറായി എന്ന കുറെ നല്ല വാർത്തകളുണ്ട്. അൽഹംദുലില്ലാഹ്, നല്ലത് തന്നെ. പക്ഷെ ആ സിറിയയൊക്കെ ഇനി ആ പഴയ സിറിയയായി മാറണമെങ്കിൽ എത്ര വർഷങ്ങൾ കഴിയേണ്ടി വരും? ആലോചിച്ച് നോക്കുന്നു. അവിടെ മരണപ്പെട്ടു പോയ ആൾക്കാരുടെ ജീവിതങ്ങൾ തിരിച്ചു വരില്ല. മുറിവേറ്റ് കിടക്കുന്നവരുടെ ജീവിതം, ആ നരകതുല്യമായ ജീവിതം, അത് അവർക്കൊരു നല്ല കാലം ഇനി തിരിച്ചു നൽകും. കേടുവന്ന കൃഷിയിടങ്ങൾ, അവിടങ്ങളിൽ ഇനി അത്തിപ്പഴവും പിന്നെ സൈത്തൂനുമൊക്കെ ഇനിയും ഉണ്ടാവുമോ? ആപ്പിളുമൊക്കെ. അവിടെ വിദ്യാഭ്യാസം ചെയ്തിരുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് ഇനി ആ പഴയ രൂപത്തിൽ വിദ്യാഭ്യാസത്തിന് സാധിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആവേശത്തിന്റെ പേരില് ജിഹാദ്, ഖിതാല് എന്നെല്ലാം കൂടി പറഞ്ഞ് ഇളകുന്ന ഒരു കൂട്ടം ആളുകൾ മുസ്ലിം സമൂഹത്തിൽ ചിലയിടത്തൊക്കെ കാണപ്പെടാറുണ്ട്. അവരറിയേണ്ട ഒരു കാര്യം, ഖുർആൻ ഉപയോഗിച്ചൊരു വാക്ക്, ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീന, നിനക്ക് ഞാൻ ഒരു വൻ വിജയം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഖുർആൻ. എന്താണിത്? ബദർ യുദ്ധത്തിൽ ജയത്തെ പറ്റിയ? അതേ അല്ല. ഉഹദ് യുദ്ധത്തെ പറ്റിയ? അല്ലേ അല്ല. അഹ്സാബ് യുദ്ധത്തെ പറ്റിയ? ഒട്ടുമല്ല. മക്ക വിജയത്തെ പറ്റിയ? ഒന്നുമല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും വിജയിച്ച ഒരു യുദ്ധത്തെ പറ്റിയുമല്ല ഈ വിജയം എന്ന വാക്ക് അള്ളാഹു ഉപയോഗിച്ചത്. പകരം ഹിജ്റയുടെ 6-ാം വർഷം ഖുറൈശികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ ഒരു സമാധാനത്തിന്റെ കരാർ ഒപ്പിട്ടു. ഇനി വരും 10 വർഷക്കാലത്തേക്ക് ഏറ്റുമുട്ടലുകളില്ല. ബാക്കി അതിന്റെ ഉപാധികളൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. ആ കരാർ, ആ സമാധാനത്തിന്റെ കരാർ, ആശ്വാസത്തിന്റെ കരാർ, ശത്രുക്കളെ കുറിച്ച് ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന, ശത്രുഭയമില്ലാതെ ജീവിക്കാവുന്ന ഒരു സമാധാന അന്തരീക്ഷം, ആ സമാധാന അന്തരീക്ഷത്തെയാണ് ഖുർആൻ ഏറ്റവും വലിയ വിജയം എന്ന് വിശേഷിപ്പിച്ചത്. ഇത് നമ്മൾ മറക്കരുത്. എവിടെ ആയിരുന്നാലും ശരി, മനുഷ്യന്മാരുടെ കൂട്ടത്തില് മുസ്ലിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്നവരുണ്ടാവും. അതൊന്നും ഇല്ലാതെയാക്കാനൊന്നും കഴിയില്ല. പക്ഷെ ഒരു സമൂഹം മൊത്തത്തിൽ അവർ സൗഹൃദത്തെ, സ്നേഹത്തെ, മനുഷ്യർ തമ്മിലുള്ള സഹവർത്തിത്വത്തെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ ആ സഹവർത്തിത്വത്തെ മാനിക്കാനും അതിനെ ആദരിക്കാനുമുള്ള വികാരമാണ് നമ്മുടെ ഭാഗത്തുണ്ടാവേണ്ടത്. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. അതൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിന് എന്തോ തകരാറുണ്ട് എന്ന് വിചാരിച്ചിട്ടില്ല. വർത്തമാനകാല സംഭവങ്ങളെ എനിക്ക് ബന്ധിപ്പിക്കാൻ പറ്റുന്നത് ഞാൻ ബന്ധിപ്പിക്കുന്നു എന്ന് മാത്രം. 84% ഹിന്ദുക്കൾ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. അവിടങ്ങളിൽ എന്തൊക്കെ ഉണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഭരണ സമയത്ത് മുസ്ലിങ്ങൾക്കെതിരായി തന്നെയുള്ള ഞാൻ പറയണം. പക്ഷെ അത് മുഴുവൻ ആ വർഗീയതയുടെ എല്ലാ വിത്തുകളും ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ സഹകാരികളും പിന്നെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് മൂടി വെച്ചുകൊണ്ടല്ല. എന്നിട്ട് ആ നാട്ടിലെ 84% വരുന്ന ഹിന്ദുക്കളിൽ ഭൂരിഭാഗം ആളുകളും ഈ ആദർശത്തെ, ഈ വിളംബരത്തെ, ഈ സ്നേഹത്തിന്റെ വിളി അവർ ഇഷ്ടപ്പെട്ടു. അതിന്റെ അർത്ഥം അവർ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ശത്രുക്കളല്ല എന്നാണ്. അവർ ശത്രുക്കളാണെങ്കിൽ അവർ പറയേണ്ട വാക്കെന്താണെന്നൊരു, നിങ്ങളൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല, ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ ഹിജാബ്, ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ ഇത്, ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ ടിപ്പുവിനെ പറ്റിയുള്ളത്, ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ പാഠപുസ്തകത്തിലെ മാറ്റങ്ങൾ, ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ, ഞങ്ങൾക്കത് പൂർത്തീകരിക്കണം, ഞങ്ങളെ പിന്നെ സമൂഹത്തിന്റെ അന്തസ്സിന് വേണ്ടി എന്നല്ലേ ആ നാട്ടുകാർ പറയേണ്ടത്. അവരത് പറഞ്ഞില്ല. അവര് പറഞ്ഞത് ഈ കാടത്വം, ഈ ശത്രുത, ഈ മനുഷ്യന്മാർ തമ്മിലുണ്ടാകുന്ന ഈ വൈരാഗ്യം, ആ മുദ്രാവാക്യങ്ങളെ ഞങ്ങൾ വെറുക്കുന്നു എന്നാണ്. ഓർക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും. അങ്ങനെ തന്നെയാ മനസ്സിലാക്കുന്നത്. അതല്ലാത്തവരില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഈ വലിയൊരു വിഭാഗം ജനങ്ങളെ കൂടി മുസ്ലിം സമൂഹത്തിന്റെയോ ഇസ്ലാമിന്റെയോ ശത്രുക്കളാക്കി മാറ്റും വിധത്തിലുള്ള മുദ്രാവാക്യങ്ങളും പ്രവർത്തനങ്ങളും എന്തുമാത്രം ആപൽക്കരമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴെങ്കിലും വിവേകം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ. ഇത് ഭയത്തിന്റെ വാക്കുകളല്ല, ഇത് വിവേകത്തിന്റെ വാക്കുകളാണ്. എന്തിന്റെ ഭയം? ആരെ ഭയപ്പെടുന്നു? എല്ലാം തീരുമാനിച്ച് പടച്ച തമ്പുരാൻ പറഞ്ഞു വെച്ചതാണ്. മരണം വരെ നിശ്ചയിച്ചു വെച്ചതാ, അതിന്റെ രൂപം വരെ. പിന്നെ ആരെ ഭയപ്പെടാനാ? ഇത് ആരുടെയും കയ്യടി കിട്ടാനോ പിന്നെ അംഗീകാരം കിട്ടാനോ വേണ്ടി പറയുന്നതില്ല. വസ്തുത ഇതാണ്. ഖുർആൻ അതാണ്. ഫത്ഹ്, സമാധാനം. ഈ പരസ്പരം പിന്നെ ശത്രുതയിൽ ഭയപ്പെട്ട് ജീവിക്കാതെ ഇസ്ലാമിൻ്റെതായ പ്രബോധന പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടായപ്പം അതിനെ വിജയം എന്നാ ഖുർആൻ വിശേഷിപ്പിച്ചത്. അത് നമ്മൾ മറക്കാതിരിക്കാന്നർത്ഥം. എന്തിനാ ഞാൻ അവിടേക്ക് പോയതെന്നറിയോ? ഈ മക്കളും വിട്ടുപോയി. ഞങ്ങളുടെ മക്കൾ എവിടെയാണെന്നറിയില്ല. ഞങ്ങളെ വീടുകൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. ആ വീടുകൾ ഞങ്ങൾക്ക് ഇനി തിരിച്ചു കിട്ടുമോ എന്നറിയില്ല. ആ വിധത്തിൽ എല്ലാറ്റിൽ നിന്നും മാറ്റി ഓടിക്കപ്പെട്ടവരാ ഞങ്ങള്. അതുകൊണ്ട് ഒരു നേതാവ് അടിയന്തിരമാണ് ഞങ്ങൾക്ക്. ആ നേതാവിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അടരാടട്ടെ, ഇതിന് പ്രതികാരം ചെയ്യട്ടെ എന്ന് ആളുകൾ ചോദിച്ചു. എന്നിട്ട് ആ കഥ, ആ സംഭവം പൂർത്തിയാക്കുന്നില്ല. അതിനിടയ്ക്ക് ഖുർആൻ അതിന്റെ അന്തിമ ഫലം പറഞ്ഞു വെക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു വടായിയൊക്കെ ഒരു പറഞ്ഞെങ്കിലും ഫലം കുത്തിബ അലൈഹിമുൽ ഖിതാലു, അവർക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ, അഥവാ ആ ജനങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഒരു രാജാവിനെ, സൈന്യാധിപനെ, യുദ്ധം നയിക്കാൻ വേണ്ട ഒരു നേതാവിനെ അള്ളാഹു അവർക്ക് നിർദ്ദേശിച്ചു കൊടുത്തപ്പോൾ തവല്ലൗ, അവർ പിന്തിരിഞ്ഞു. നേരത്തെ പറഞ്ഞ ബടായൊക്കെ ഒരു മറന്നു. സർവ്വതമല്ല, ഇല്ല ഖലീലം എന്നും അവരുടെ ന്യൂനപക്ഷം ആളുകൾ ഒഴികെ.
ഞങ്ങൾ എന്തായാലും തിരിച്ചടിക്കും. എങ്ങനെ ഞങ്ങൾ തിരിച്ചടിക്കൂല എന്ന് പറയുന്നത്? അങ്ങനെയല്ലേ, അവർ നമ്മളോട് എന്തെല്ലാം ചെയ്തതാണ്, ഒരവസരം കിട്ടാൻ കാത്തു നിൽക്കുകയാണ് എന്നെല്ലാം കൂടി പറഞ്ഞ് ജിഹാദിന് വീർപ്പുമുട്ടുന്ന ഒരു ജനത, അത് അനുഭവിച്ച് ഇങ്ങനെ അഭിനയിച്ചു കൊണ്ടിരുന്ന ജനത, ഇതാ നിങ്ങൾക്കുള്ള രാജാവ് ഇതാ വന്നിരിക്കുന്നു, ജിഹാദിന് ഒരുങ്ങിക്കോളൂ എന്ന് പറഞ്ഞപ്പോ അവരിൽ മിക്കവരും ആ വാക്കുകൾ ലംഘിച്ചു. കുറച്ചു പേരൊഴികെ. ഈ കുറച്ചു പേരാണ് എപ്പോഴും ഈ സത്യത്തെ താങ്ങി നിർത്തുകയും ഈ സന്ദേശത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അലീമും ബിൽ ആലിമീൻ. ഈ അതിക്രമം ചെയ്ത, വാക്ക് പറഞ്ഞ് മോഹിപ്പിച്ച് അള്ളാഹ്ക്ക് വാഗ്ദാനം കൊടുത്തിട്ട് അതിൽ നിന്ന് പിന്മാറിയ ആ ക്രമം തെറ്റിയവരില്ല അക്രമികൾ, അവരാരാണെന്ന് പടച്ചവൻ നന്നായി അറിയാമെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടത് എന്താണോ അത് പരലോകത്ത് അവർക്ക് നൽകപ്പെടുക തന്നെ ചെയ്യും. എന്താണ് ഈ സുഹൃത്ത് ഈ ആയത്ത് ഞാൻ അവിടെ നിർത്തുമ്പോ ഇടയ്ക്ക് വിട്ടുപോയതിന് എനിക്ക് ഓർമ്മയുണ്ട്. നിസ്കാരത്തിന്റെ സമയം കൂടി ഞാൻ ആലോചിക്കണ്ടല്ലോ നിങ്ങളുടെ. അപ്പോ പിന്നെ ഒരു കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിന്റെ ശേഷം ജൂതന്മാരെ ചില അക്രമികളായ ഭരണകൂടങ്ങൾ ആക്രമിക്കുകയും അവരെ നാട്ടിൽ നിന്ന് പലായനം ചെയ്യുകയും ഒക്കെ ചെയ്തൊരു സന്ദർഭത്തിൽ അവർക്ക് വീണ്ടും വിചാരം ഉണ്ടാവുകയും അവർ ജിഹാദിന് മനസ്സുകൊണ്ട് തയ്യാറാവുകയും ആ ആവശ്യത്തിന് വേണ്ടി ഒരു രാജാവിനെ നിശ്ചയിച്ചു തരാൻ അക്കാലത്ത് ജീവിച്ച നബിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ അവരാ വാക്കും പാലിച്ചില്ല. പക്ഷെ ചുരുക്കം പേർ അത് പാലിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ തിരിച്ചറിവും തിരിച്ചു വരവും ഉണ്ടായി എന്നതാണ്. ഇങ്ങനെ ഒരു സംഭവം ആ കാലഘട്ടത്തിൽ ഉണ്ടായതിനെ പറ്റി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ നേരത്തെ ഞാൻ ക്ലാസ്സിനിടയിൽ പറഞ്ഞു വെച്ച ആ പാഠഭാഗങ്ങൾ ഓർമ്മിക്കാനും ചിന്തിക്കാനും വേണ്ടി തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് സഹാബികളുടെ ചിന്തകളെ സ്വാധീനിച്ചതും അവരെ നയിച്ചതും ഇത്തരം കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാ തോൽക്കേണ്ട ഒരവസ്ഥ വരാതെ, അല്ലെങ്കിൽ ഭയപ്പെടുത്തിയാലും ഭയപ്പാട് വരാത്തൊരവസ്ഥയിൽ അവരവരുടെ ദൗത്യവും നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട്. അടുത്ത ആഴ്ച ഞാൻ ഓതി വെക്കാം. അടുത്ത ആഴ്ച ബാക്കി. ഇപ്പൊ കാലലഹും നബിയുഹും ഇന്നല്ലാഹ് ബാസലക്കും താലൂത്ത മലിക്കാം. അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു, അള്ളാഹു താലൂത്ത് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. ആരാണ് താലൂത്ത്? നമുക്കൊന്നും അറിയില്ല. ആ കൂട്ടത്തിലെ ഒരാൾ അത്രയേ ഉള്ളൂ. അയാളുടെ ശാരീരികമായ ഒരു കഴിവ്, മാനസികമായ കഴിവ് താഴെ പറയുന്നുണ്ട്. താലൂത്താണ് നിങ്ങളെ രാജാവ് എന്ന് പറഞ്ഞു. ജിഹാദ് നയിക്കേണ്ട നേതാവ്, മലിക് രാജാവ്. അപ്പൊ ആ നാട്ടുകാര് ചോദിച്ചു, അന്നായക്കോനുൽ മുൽക്കു അലീന, അയാളെങ്ങനെയാ ഞങ്ങളുടെ നേതാവാ? അയാൾക്ക് എന്താ അവകാശം ഞങ്ങളെ രാജാവാൻ? വന്നഹനു അഹഖുബിൽ മുൽക്കി മിന്നോ, അയാളെക്കാളും അധികാരത്തിന് അർഹത ഞങ്ങൾക്കാണ്. പടച്ച റബ്ബ് അവർക്കൊരു രാജാവിനെ നിശ്ചയിച്ചു കൊടുത്തപ്പോ ആ രാജാവിനെ പറ്റൂല, ഞങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും അല്ലേ രാജാവേണ്ടത്? എന്താ അയാള് രാജാവാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം? അതും കൂടി കേട്ടുള്ളൂ. വലം യൂസ, അയാൾക്ക് നൽകപ്പെട്ടിട്ടില്ല സഅതമിനൽ മാൽ, സാമ്പത്തികമായ വിശാലത. അപ്പൊ താലൂത്ത് ഒരു ദരിദ്രനാ, പണക്കാരനൊന്നുമല്ല. ഒരു രാജാവിനെ നിശ്ചയിക്കുമ്പോ എന്ത് പിന്നെ ശരിയല്ലാത്ത പരിപാടിയാണ് ഈ ചെയ്യുന്നത്? ഒരു രാജാവിനൊക്കെ നിശ്ചയിക്കുമ്പോ അയാൾ പണക്കാരനാവണ്ടേ? അല്ലെങ്കിൽ അയാളെ പണക്കാരുടെ കൂട്ടത്തൊന്നാവണ്ടേ? ഈ പണമൊന്നും ഇല്ലാത്ത താലൂത്തിനെയാണോ ഞങ്ങൾ രാജാവായി നിശ്ചയിക്കുന്നത് എന്ന് അയാൾ ചോദിച്ചു. അങ്ങനൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ നാടുകളിൽ. ക്ലാസ് എടുക്കാനും പ്രസംഗിക്കാനും ഒക്കെ പോയാലും ഒക്കെ ഈ തരം പെരുമാറ്റങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ കിടക്കുന്നു കാണാം. ഇവനെയൊക്കെയാണോ ഞങ്ങളെ നാട്ടിലേക്ക് ഖുതുബ പറയാൻ പറഞ്ഞയച്ചത്? ഇയാളൊക്കെയാണോ ഞങ്ങൾക്ക് ഈ ക്ലാസ് ഒക്കെ എടുക്കേണ്ടത് എന്നൊക്കെ പറയുന്ന, അത് മറ്റൊരു രീതിയാണ്. കൂടുതൽ പറയുന്നില്ല ഞാൻ. അപ്പൊ ആ പ്രവാചകൻ എന്ത് പറഞ്ഞു? കാല ഇന്നല്ലാഹു അസ്തഫാഹു അലൈക്കും, ഇദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തത് അള്ളാഹുവാണ്, ഞാനല്ല. താലൂത്താണ് നിങ്ങൾ രാജാവ് എന്നത് അള്ളാന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെയാ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. പിന്നെ അയാൾക്ക് അർഹത ഉണ്ടോ? അർഹത ഉണ്ട്. വസാദഹു, അള്ളാഹു അദ്ദേഹത്തിന് അധികരിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ബസ്തത്തൻ, വിശാലത. പൈസമരല്ല, ഫിൽ ഇൽമി, വിജ്ഞാനത്തിലും, വൽ ജിസ്മി, ശരീരത്തിലും. ശാരീരികമായ ശക്തിയിലും വിജ്ഞാനത്തിന്റെ കാര്യത്തിലും നിങ്ങളെക്കാൾ അയാൾ മുന്നിലാണ്. ഒരു രാജാവിന്, ഒരു സൈന്യാധിപന് വേണ്ട യോഗ്യത പണമല്ല, യുദ്ധം നയിക്കാനുള്ള നയതന്ത്രജ്ഞത, അതിനുള്ള വിവേകം, അതിനുള്ള കായിക ബലം അത് ഈ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് അയാൾ അതിന് യോഗ്യതാണ്. എന്നിട്ട് അവസാനിപ്പിച്ചു ആ പ്രവാചകൻ ആ വാക്ക്, അല്ലാഹു യൂതി മുൽക്കഹു മൻ യശാ,
അള്ളാഹു അവന്റെ ആധിപത്യം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു. അള്ളാഹു വാസിഉൻ അലീം, അള്ളാഹു വിശാലമായി അറിയുന്നവനാണ്, എല്ലാം അറിയുന്നവനുമാണ്. പറഞ്ഞാൽ തീരില്ല, എന്നോട് ക്ഷമിക്കുക. ഒരു 5 മിനിറ്റ് നിങ്ങളെ ക്ലാസ്സിൽ നിന്ന് ഞാൻ എടുത്തു. അങ്ങനത്തെ ഒരു പ്രത്യേക ചുറ്റുപാട് കൊണ്ടാണ് താല്പര്യം. ഏതായാലും ഞാൻ നിങ്ങളോട് എൻ്റെ ഈ ഉസ്താദിന് ഇത് തന്നെയാണ് പണിയെന്ന് തോന്നേണ്ടതില്ല. ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. അത് അള്ളാഹു തവക്കുലാക്കി അങ്ങനെ പോകുന്നു. എന്നെ അടുത്തറിയുന്നവർക്ക് ഈ വിഷയങ്ങൾ അറിയാം. അതൊരു വിഷയമാക്കി മാറ്റാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരപേക്ഷ എനിക്ക് നിങ്ങളോട് പറയാലോ. നമ്മൾ ഖുർആൻ പഠിക്കുന്നവരല്ലേ, മകളുടെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഉണ്ടാവും അങ്ങനെ ജീവിതത്തിൽ. നിങ്ങളെ കൂട്ടത്തിലും കാണും ഇങ്ങനെയൊക്കെ രോഗം കൊണ്ടും മറ്റും വിഷമിക്കുന്നവർ. നമുക്ക് പരസ്പരം ആ വിഷയത്തിൽ പ്രാർത്ഥിക്കാം. അള്ളാഹു മഹാനല്ലേ, അവർ തുറച്ചു തരാതിരിക്കില്ല. കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ വലിയ പങ്കാളി സഹോദരി സെൽമ ടീച്ചർ മരണപ്പെട്ടു. ഞങ്ങളുടെ കൂട്ടത്തിലെ 6 പേരാണ് ഞങ്ങൾ മക്കളുണ്ടായിരുന്നത്. അതിന് ജ്യേഷ്ഠൻ കഴിഞ്ഞ കൊറോണയുടെ സമയത്ത് മരണപ്പെട്ടു. ഇവളാണ്, ഈ താത്തയാണ്, താത്താന്ന് വിളിക്കാറില്ല, ഞങ്ങള് മൂന്നാണ് വിളിക്കാറ്. അവളാണ് ഞങ്ങളെ കൂട്ടത്തില് മൂത്ത ആള്. പക്ഷെ അവസാനമൊക്കെ ആവുമ്പോ സ്ട്രോക്ക് എല്ലാം വന്നിട്ട് അവസാനം സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ആയിരുന്നു. ഇതൊരു ഖേദമായി ഇങ്ങനെ എപ്പോഴും മനസ്സിൽ നിൽക്കാറുണ്ട്. കൈ പിടിക്കും, കണ്ണിൽ നോക്കും, കണ്ണില് വെള്ളം നിറയും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ജീവിതം ഇബാദത്തും നിസ്കാരവും പള്ളിയിൽ പോക്കും ഒക്കെ കൂടിയായി തന്നെയാണ് സ്കൂൾ ടീച്ചറായി റിട്ടയർ ചെയ്തതിനു ശേഷം ഉണ്ടായിരുന്നത്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നിങ്ങളോടും എൻ്റെ പങ്ങളുടെ പരലോകമോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇതാണല്ലോ നമ്മൾ തമ്മിലൊക്കെ ഈ ദീനിന്റെ മേൽവിലാസത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് പരസ്പരം കിട്ടാവുന്ന നേട്ടങ്ങളും അതുപോലെ പരസ്പരം നൽകാവുന്ന സഹായങ്ങളും ആ അർത്ഥത്തിലാണ് ഈ പറയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച കാണാം. അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.